നമസ്തേ. 1971 ഒരു തിരിഞ്ഞുനോട്ടം. ഏപ്രിൽ മാസത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അന്നത്തെ സൈനിക മേധാവി സാം മനേക്ഷായോട് പറഞ്ഞു യുദ്ധം. മനേക്ഷ പറഞ്ഞു സാധ്യമല്ല, ഇപ്പോൾ യുദ്ധം ചെയ്താൽ തോൽവി ഉറപ്പ്. ഒടുവിൽ മനേക്ഷ പറഞ്ഞ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ യുദ്ധം ഡിസംബറിൽ 13 ദിവസം ഡിസംബർ 16 പാകിസ്ഥാൻ കീഴടങ്ങി. അന്ന് സാം മനേക്ഷ ഇന്ദിരാഗാന്ധിയോട് ഒരു ചോദ്യം ചോദിച്ചു, ഇങ്ങെടുക്കട്ടെ പാകിസ്ഥാൻ എന്ന്. പാക് അധിനിവേശ ജമ്മു കാശ്മീർ അടക്കം കൈയടക്കി ഭാരത സൈന്യം മുന്നേറുകയായിരുന്നു. വേണ്ട എന്ന് പറഞ്ഞ് ശ്രീമതി ഇന്ദിരാഗാന്ധി സിംല കരാറിൽ ഒപ്പിട്ടു. അന്ന് ദേശീയതയ്ക്ക് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി, ഭാഷയ്ക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ബംഗ്ലാദേശിന്, അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഭാരതത്തിൻ്റെ സൈന്യം. അന്ന് 17,000-ഓളം ഭാരതത്തിൻ്റെ ധീര സൈനികരാണ് വീരമൃത്യു വരിച്ചത്. 93,000-ഓളം പാക് പട്ടാളക്കാരെ യുദ്ധ തടവുകാരായി പിടിച്ചു. അവരെ വെറുതെ വിട്ടു. പിന്നെ ബംഗ്ലാദേശ് ഉണ്ടായി, അവർക്ക് ഭരണഘടനയുണ്ടായി, ഭരണമുണ്ടായി. ഇന്ന് വീണ്ടും ബംഗ്ലാദേശ് ഒരു തലവേദനയായി മാറുകയാണോ ഭാരതത്തിന്? നന്ദികേട് കാട്ടുന്നോ ബംഗബന്ധുവിൻ്റെ നാട് ഭാരതത്തോട്? ജനം ഡിബേറ്റ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുകയാണ്. നമുക്കൊപ്പം അതിഥികളായി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് BJP-യിൽ നിന്ന്, കേണൽ എസ് ഡെന്നി, ബ്രിഗേഡിയർ സനൽകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് സേനാപതി വേണു. നമസ്കാരം. ശങ്കുട്ടി ദാസ്, നമുക്ക് ഓരോരോ വിഭാഗമായി ഇതിനെ സമീപിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ സൈന്യത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി അവിടെ നിൽക്കട്ടെ. അന്ന് സൈന്യം വഹിച്ചൊരു പങ്ക്, അതല്ലെങ്കിൽ സൈന്യം എങ്ങനെ മുന്നിൽ നിന്ന് നയിച്ചു, അതിലേക്കൊന്ന് പോയി തിരിച്ചു വരാം ബ്രിഗേഡിയറിലേക്ക്. ആ ഓഡിയോ ഇഷ്യൂ ഒന്ന് പരിഹരിക്കുമ്പോഴേക്കും. തീർച്ചയായിട്ടും ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമാണിന്ന്. ഡിസംബർ 16 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിലെ വിജയ ദിവസമാണിന്ന്. ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസം കൂടിയാണിന്ന്. കാരണം 13 ദിവസം കൊണ്ട് ഇന്ത്യൻ സൈന്യം അവസാനിപ്പിച്ചിട്ടുള്ള യുദ്ധമാണ്. ഡിസംബർ 3 ആരംഭിക്കുന്നു. ഡിസംബർ 16 ട്രീറ്റി ഓഫ് സറണ്ടർ ഒപ്പിട്ടുകൊണ്ട് സറണ്ടർ പരേഡ് നടത്തിയിട്ടാണ് പാകിസ്ഥാൻ സൈന്യം 93,000 പ്രിസണേഴ്സ് ഓഫ് വാർ ആണ് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ ഉണ്ടായിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു പരമാധികാര രാഷ്ട്രം ട്രീറ്റി ഓഫ് സറണ്ടർ ഒപ്പിട്ടുകൊണ്ട് സറണ്ടർ പരേഡ് നടത്തിയിട്ട് ഇത്രയേറെ സൈനികർ ഒന്നിച്ച് ആയുധം താഴെ വെച്ച് കീഴടങ്ങിയിട്ടുള്ള ഒരു അനുഭവം ലോക ചരിത്രത്തിൽ വേറെയില്ല. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ ഹ്യൂമിലിയേഷൻ ആണ്, ഒരു അന്താരാഷ്ട്ര നാണക്കേടാണ്. AK നിയാസിയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന് അന്ന് ജഗ്ജിത് സിംഗ് അറോറയുടെയും JRF ജേക്കബിന്റെയും മുന്നിൽ അങ്ങനെ അടിയറ പറയേണ്ടി വന്നത് സാം മനേക്ഷ നയിച്ചിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ. സാം മനേക്ഷ എന്ന് പറയുന്ന വിഷണറി ആയിരുന്ന ഒരു സേനാധിപന്റെ നേതൃത്വത്തെ നമ്മൾ വളരെ നന്ദിപൂർവ്വം സ്മരിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണത്. രാജ്യം ഏറ്റവും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു സൈനികനായിട്ട് അലങ്കരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ഒരുപക്ഷെ ഇന്ത്യയിൽ ഫീൽഡ് മാർഷൽ എന്ന പദവി നേടുന്ന ആദ്യത്തെ സൈനികനാണ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിരുന്നു 1969 മുതൽ 73 വരെ. ഫീൽഡ് മാർഷൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയിൽ അങ്ങനെ സാധാരണഗതിയിൽ കൊടുക്കാറില്ലാത്ത ഒരു പദവിയാണ്. 5 സ്റ്റാർ റാങ്ക് ആണ്. കുറെ കൂടി പറഞ്ഞാൽ സെറിമോണിയൽ ആയിട്ടുള്ള റാങ്ക് ആണ്. ചില ആളുകളുടെ വലിപ്പം മാനിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യത്തിൽ അങ്ങനത്തെ ഒരു 5 സ്റ്റാർ റാങ്ക് ആയിട്ട് ഫീൽഡ് മാർഷൽ പദവി കൊടുക്കാറുള്ളത്. സാം മനേക്ഷയ്ക്കും അതേപോലെ തന്നെ കരിയപ്പയ്ക്കും, ജനറൽ കരിയപ്പയ്ക്കും മാത്രമേ ഇതുവരെയായിട്ടും ഫീൽഡ് മാർഷൽ പദവി കിട്ടിയിട്ടുള്ളൂ. അപ്പൊ സാം മനേക്ഷയുടെ നേതൃത്വത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്ന 1971 മാർച്ച് 25 യഹ്യ ഖാന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇതിനൊരു ചരിത്രപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പശ്ചാത്തലമുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടാകുന്ന സമയത്ത് ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും അങ്ങനെ 2 പാകിസ്ഥാൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ബംഗ്ലാദേശിൽ സുഹറവർദിയുടെ നേതൃത്വത്തിൽ യുണൈറ്റഡ് ബാംഗ്ല എന്ന് പറയുന്ന ഒരു ആവശ്യം ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാന്റെ കൂടെ ചേരേണ്ട ആവശ്യമില്ല, നമുക്ക് ബംഗാൾ ഒരു പ്രത്യേക പ്രൊവിൻസ് ആയിട്ട് നിൽക്കാം. ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള വെസ്റ്റ് ബംഗാളും ഈസ്റ്റ് ബംഗാളും കൂടി ചേർന്നുകൊണ്ട് യുണൈറ്റഡ് ബംഗാൾ, സെപ്പറേറ്റ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ വേണം എന്നുള്ളതാണ്. എന്നാൽ വെസ്റ്റ് ബംഗാൾ ആവശ്യത്തോട് യോജിക്കുന്നില്ല. വെസ്റ്റ് ബംഗാൾ ഇന്ത്യയുടെ ഒപ്പം ചേരാൻ തന്നെയാണ്, ഭൂരിപക്ഷം ഹിന്ദു ജനസംഖ്യയുള്ള സ്ഥലമായിരുന്നു, ഇന്ത്യയുടെ ഒപ്പം ചേരാൻ തന്നെയാണ് നിൽക്കുന്നത്. പൊളിറ്റിക്കൽ കമ്പൽഷൻസ് കൊണ്ട് ഈസ്റ്റ് ബംഗാളികൾ പാകിസ്ഥാനോടൊപ്പം ചേരാൻ നിർബന്ധിതരാവുകയും ചെയ്തു. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ അന്നത്തെ ഈ പറയുന്ന വെസ്റ്റ് പാകിസ്ഥാനിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനസംഖ്യ ഈസ്റ്റ് പാകിസ്ഥാനിലാണ്, ബംഗ്ലാദേശിലാണ് ഉള്ളത്. പക്ഷെ ഭരണം ഇപ്പോഴും വെസ്റ്റ് പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു. അതായത് ഇന്നത്തെ പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു.
ഭരണാധിപന്മാർ എപ്പോഴും ഉണ്ടാവുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. ഫണ്ടുകൾ, ഗവൺമെന്റ് ഫണ്ടുകളുടെ അലോക്കേഷൻ ഒക്കെ വരുമ്പോൾ ഏറ്റവും മേജർ ആയിട്ടുള്ള അലോക്കേഷൻസ് എല്ലാം നടക്കുന്നത് പാകിസ്ഥാനിലാണ്. ബംഗ്ലാദേശിനെ സമ്പൂർണ്ണമായിട്ട് വിസ്മരിക്കുന്ന ഒരു തിരസ്കരിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് പാകിസ്ഥാൻ നേതൃത്വം പുലർത്തി വന്നിരുന്നത്. മാത്രമല്ല ബംഗാളികളോട് കൂടുതൽ ചരിത്രപരമായിട്ടും സാംസ്കാരികവുമായിട്ടും ഐക്യപ്പെടുന്ന ഒരു ജനതയായിരുന്നു ബംഗ്ലാദേശികൾ. കാരണം അവർ ഒരേ ഭാഷ സംസാരിക്കുന്ന, ഒരേ സംസ്കാരം പിന്തുടരുന്ന, ഒരേ ജീവിതശൈലി അനുവർത്തിക്കുന്ന, ഒരേ ഭക്ഷണ രീതിയുള്ള ഒരു ജനതയാണ്. ബംഗാൾ എന്ന് പറയുന്ന യുണൈറ്റഡ് പ്രൊവിൻസിനെ 1905 രാഷ്ട്രീയമായിട്ട് ബ്രിട്ടീഷുകാർ വിഭജിക്കുന്നത്. ഡിവിഷൻ ഓഫ് ബംഗാൾ, മതാടിസ്ഥാനത്തിൽ ബംഗാളിനെ വിഭജിക്കുന്ന ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ മുന്നേറ്റത്തെ ദുർബലപ്പെടുത്തുക, അതിനെ തുരങ്കം വെക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതുവരെ ഒറ്റ ജനതയായിട്ട് ഇരുന്നിരുന്ന ആൾക്കാണ്. പക്ഷേ ഈ ഡിവിഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പോയിന്റിലാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് അതിന്റെ ഏറ്റവും കരുത്താർജിക്കുന്നത്. വന്ദേ മാതരം എന്ന് പറയുന്ന ഗീതം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഹൃദയഗീതമായി മാറുന്നതും, ഈസ്റ്റ് ബംഗാളികളും വെസ്റ്റ് ബംഗാളികളും പരസ്പരം രാഖി കെട്ടുന്നതും, സഹോദരന്മാരായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതും ഒക്കെ ആ ഒരു സമയത്താണ്. ഈ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ശരിക്കും ഈ ബംഗാൾ ഡിവിഷന്റെ ഒരു തുടർച്ചയാണ്. അപ്പോ അങ്ങനെ ഒരേ സാംസ്കാരികത പേറുന്ന രണ്ട് ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ മാത്രം വിഭജിക്കുകയാണ്. പാകിസ്ഥാനിലിരിക്കുന്ന ആളുമായിട്ട് ഈ ബംഗ്ലാദേശിലിരിക്കുന്ന ആൾക്കുള്ള ഒരേ ഒരു സാമ്യം, രണ്ടുപേരും ഒരേ മതം പിന്തുടരുന്നു, ഒരേ പ്രവാചകനെയും ഒരേ ദൈവത്തെയും ഒരേ ഗ്രന്ഥത്തെയും പിന്തുടരുന്നു എന്ന് മാത്രമാണ്. അതല്ലാണ്ട് ഇവർ തമ്മിൽ സാംസ്കാരികമായിട്ടോ ചരിത്രപരമായിട്ടോ സാമൂഹികമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള ബംഗാളിയായിട്ട് ഇവർക്ക് വളരെ കൂടുതൽ സാമ്യമുണ്ട്. ഈ ബംഗാളി സംസ്കാരത്തെ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാനും പാകിസ്ഥാനി കൾച്ചറിന് ഒരു ഡോമിനേഷൻ കൊണ്ടുവരാനാണ് ആദ്യം മുതൽ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ ജനറൽ ആയിരുന്ന മുഹമ്മദ് അലി ജിന്ന ബംഗാളി ഭാഷയുടെ ഉപയോഗത്തെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് 1948 സിംഗിൾ ലാംഗ്വേജ് പ്രൊക്ലമേഷൻ നടത്തുന്നത്. ഉറുദു ആൻഡ് ഓൺലി ഉറുദു ഷാൽ ബി ദ നാഷണൽ ലാംഗ്വേജ് ഓഫ് പാകിസ്ഥാൻ എന്നാണ് ജിന്ന പറയുന്നത്. അതായത് ഉറുദു മാത്രമാണ് പാകിസ്ഥാന്റെ ദേശീയ ഭാഷയാവാൻ പോകുന്നത്. അപ്പൊ ബംഗാളി സംസാരിക്കുന്നത്, ഇപ്പൊ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ, മാൻഡറിൻ കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് കഴിഞ്ഞാൽ, പിന്നെ ഹിന്ദി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ബംഗാളി. ലോകത്തിലെ 5 പ്രധാനപ്പെട്ട ഭാഷകളിൽ ഈ ഭാഷ ബംഗാളിയാണ്. ആ ബംഗാളി ഭാഷ തന്നെ ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ബംഗാളി റിനൈസൻസിന്റെ തുടർച്ചയായിട്ടുള്ള ചരിത്രാവശേഷങ്ങളെ മുഴുവൻ നശിപ്പിച്ച് കളയാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ബംഗാളി ലിറ്ററേച്ചറിനെ നിരോധിക്കുന്നുണ്ട്. ഇന്റലക്ച്വൽസിനെ തെരഞ്ഞെടുത്ത് ഉന്മൂലനം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെതിരെ ബംഗ്ലാദേശിൽ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാന്റെ കൂടെയായി ചേർന്ന് പോയതുകൊണ്ട് നമ്മുടെ സ്വത്വം നഷ്ടപ്പെടുകയാണോ എന്നുള്ള ആശങ്ക ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. മാത്രമല്ല പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ കിട്ടുന്നില്ല. എപ്പോഴും ഭരണാധികാരികൾ ഉണ്ടാവുന്നത് പാകിസ്ഥാനിൽ നിന്ന് മാത്രമാണ്. ഇതിന്റെ ഏറ്റവും ഹൈ പോയിന്റ് ആണ് 1970 സംഭവിക്കുന്നത്. 1970 തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശി അവാമി ലീഗ് കംപ്ലീറ്റ് ഡോമിനേഷനോട് കൂടിയിട്ട് അധികാരത്തിൽ വരികയാണെന്ന് പറഞ്ഞാൽ അന്ന് ബംഗ്ലാദേശിൽ 169 സീറ്റിൽ 167 സീറ്റും ബംഗ്ലാദേശി അവാമി ലീഗിനാണ് കിട്ടുന്നത്. ഈ പാകിസ്ഥാനിലെ മൊത്തം സീറ്റ് നില എടുത്തു കഴിഞ്ഞാൽ 313 സീറ്റാണ് പാകിസ്ഥാനിലെ മൊത്തം പാർലമെന്റിൽ ഉള്ളത്. ഈ 313 സീറ്റില് സിമ്പിൾ മെജോറിറ്റി കിട്ടണമെങ്കിൽ 156 സീറ്റുകൾ മതി, 157 സീറ്റുകൾ മതി. ഈ ബംഗ്ലാദേശിൽ നിന്ന് മാത്രം അവാമി ലീഗിന് 167 സീറ്റുകളുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആദ്യമായിട്ട് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആവാനുള്ള അവസരമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിനെ പാകിസ്ഥാൻ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. വെസ്റ്റ് പാകിസ്ഥാൻ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അന്ന് ബനസീർ ഭൂട്ടോ ആണ് അവിടെ അധികാരത്തിൽ. ബനസീർ ഭൂട്ടോ അല്ല, സുൽഫിക്കർ അലി ഭൂട്ടോ ആണ് അന്ന് അവിടെ അധികാരത്തിലിരിക്കുന്നത്. സുൽഫിക്കർ അലി ഭൂട്ടോ ഇദ്ദേഹത്തെ അധികാരം ഏറ്റെടുക്കാൻ അനുവദിക്കുന്നില്ല. ഒരു കോംപ്രമൈസ് ഫോർമുല നിർദ്ദേശിക്കുകയാണ്. എന്താണ്? താൻ പ്രസിഡന്റ് ആവും, ഇദ്ദേഹത്തിന് കീഴിൽ മാത്രം മുജീബുർ റഹ്മാൻ ലിമിറ്റഡ് അധികാരങ്ങളോടുകൂടി പ്രൈം മിനിസ്റ്റർ ആവാം എന്നാണ് പറയുന്നത്. ഇത് ബംഗാളികൾ സ്വാഭാവികമായിട്ട് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം 167 സീറ്റുകളോടുകൂടി ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഇത്രയും കാലം മിലിറ്ററി ജുണ്ട ഉണ്ടായപ്പോൾ പോലും 2 ഭരണാധികാരികൾ ഉണ്ടായത് വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നായിരുന്നു. യഹിയ ഖാൻ ആണെങ്കിലും അതിന് മുൻപേ ഉണ്ടായിട്ടുള്ള എന്താ പറയാ മിലിറ്ററി ഭരണാധികാരി അയൂബ് ഖാൻ ആണെങ്കിലും രണ്ടുപേരും വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരാണ്. ഒരിക്കൽ പോലും ഈ പൊളിറ്റിക്കൽ മാപ്പിൽ റെപ്രസെന്റേഷൻ കിട്ടിയിട്ടില്ലാത്ത ആൾക്കാരാണ് ബംഗാളികൾ. അപ്പൊ ഇവർക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു മൂവ്മെന്റ് തുടങ്ങി. ഒരു ബംഗാളി എന്താണ് പറയാ, ബംഗാളി റിനൈസൻസ് എന്ന് പറഞ്ഞ്, ബംഗാളി പ്രൈഡ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്, ബംഗാളി നാഷണലിസം എന്ന് പറയുന്ന ഒരു ആദർശം തന്നെ. ഒരുപക്ഷെ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ബംഗബന്ധു എന്ന പേര് വരുന്ന ഈ ഒരു മൂവ്മെന്റോട് കൂടിയിട്ടാണ്. ബംഗാളി നാഷണലിസം, ബംഗാളിയുടെ കൾച്ചർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ബംഗാളികളായി തന്നെ നിലനിൽക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടി ബംഗാളികൾ സമരം നടത്തുകയാണ്. സ്വാഭാവികമായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ബിഹാറികൾക്കെതിരെ, പാകിസ്ഥാനിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള മറ്റു ഉറുദു സംസാരിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്.
ഇതിന്റെ തുടർച്ചയിലാണ് 1971 മാർച്ച് 25 ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഇൻഡിപെൻഡൻസ് ഓഫ് ബംഗ്ലാദേശ് പ്രഖ്യാപിക്കുന്നുണ്ട്, പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിനെ സപ്രസ് ചെയ്യാനാണ് യഹ്യാ ഖാന്റെ നേതൃത്വത്തിൽ അന്ന് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പ്രഖ്യാപിക്കപ്പെടുന്നു. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ബംഗാളി ഭാഷയോടും സംസ്കാരത്തോടും ജീവിതശൈലിയോടും ആഭിമുഖ്യമുള്ള മുഴുവൻ ആളുകളെയും തെരഞ്ഞെടുത്ത് അവരെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ ബംഗാളി മൂവ്മെന്റിനെ കംപ്ലീറ്റ്ലി സപ്രസ് ചെയ്തുകൊണ്ട് വെസ്റ്റ് പാകിസ്ഥാന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മേധാവിത്വം ബംഗ്ലാദേശിന് മേലെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അവിടുന്ന് അങ്ങോട്ട് നടക്കുന്നത് രക്തരൂക്ഷിതമായിട്ടുള്ള കൂട്ടക്കൊലകളുടെ അധ്യായങ്ങളാണ്. ഏതാണ്ട് 3 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. 2 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിൽ സ്ത്രീകൾ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റിന്റെ ഭാഗമായിട്ട് ബലാത്സംഗത്തിന് വിധേയരായിട്ടുണ്ട് എന്നാണ് കണക്ക്. 10,000-ന് മേലെ ക്ഷേത്രങ്ങൾ. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഹിന്ദു സംസ്കാരത്തിന് വലിയ പ്രാമുഖ്യമുള്ള ഒരു സ്ഥലമായിരുന്നു. 1901 സെൻസസിൽ 33% ഹിന്ദു ജനസംഖ്യയുള്ള സ്ഥലമായിരുന്നു. 1941 സെൻസസിൽ 28% ഹിന്ദു ജനസംഖ്യയുള്ള സ്ഥലമായിരുന്നു. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഈ ശാക്തേയ ആരാധനയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ഇപ്പൊ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ധാഗിനേശ്വർ എന്ന് പറയുന്ന ധാഗിനേശ്വരി ക്ഷേത്രം അവിടുത്തെ നാഷണൽ ടെമ്പിൾ ആണ്. ആ ക്ഷേത്രത്തിന്റെ പേരിൽ നിന്നാണ്, ആ ദേവിയുടെ പേരിൽ നിന്നാണ് ആ പേര് തന്നെ ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ബംഗ്ലാദേശിന്റെ കൾച്ചറൽ ആയിട്ടുള്ള ഹെറിറ്റേജിനെ മുഴുവൻ സംഹരിക്കാനുള്ള ശ്രമം ഉണ്ടാവുന്നു. 10,000-ഓളം ക്ഷേത്രങ്ങൾ തകർത്തെടുത്തു. ഇത് നടക്കുന്നത് നേരിട്ട് സൈന്യത്തിന്റെ തന്നെ നേതൃത്വത്തിലാണ്, അല്ലാണ്ട് വർഗീയ കലാപത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ കലാപം നടത്തുകയല്ല. സൈന്യം നേരിട്ടിട്ട് ഒരു വർഗീയ കലാപത്തിന്, ഒരു ജീനോസൈഡിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുന്ന റസാക്കാർ, അൽ ബദർ, അൽ ഷബ്സ് തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകൾ ഒരു സൈന്യത്തിന് കൂടെ പോവുകയും ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുകയും ബംഗാളികളെ ഐഡന്റിഫൈ ചെയ്യുകയും ഇവരെ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുകയും ക്ഷേത്രങ്ങൾ തകർക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇപ്പോ ബംഗാൾ ധാക്ക യൂണിവേഴ്സിറ്റി മാസക്കർ എന്ന് പറയും. ബംഗ്ലാദേശിലെ ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ബംഗാളി മൂവ്മെന്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് സംശയിക്കപ്പെടുന്ന ഇന്റലക്ച്വൽസിനെ, ഡോക്ടേഴ്സിനെ, പ്രൊഫഷണൽസിനെ, അഡ്വക്കേറ്റ്സിനെ, ഇങ്ങനത്തെ ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് ധാക്ക യൂണിവേഴ്സിറ്റിയുടെ ജഗന്നാഥ് ഹാളിൽ കൊണ്ടുപോയിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് വെടിവെച്ചു വന്നിട്ടുള്ള സംഭവം. 10,000 ആളുകൾ അന്നവിടെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബംഗ്ലാദേശികളുടെ കണക്ക്. 1000 ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള ഒഫീഷ്യൽ കണക്ക്. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള കൂട്ടക്കൊലകളുടെ അധ്യായങ്ങളാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിലൊന്നും ഇന്ത്യൻ ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യുന്നില്ല. ഇന്ത്യൻ ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ സാമാന്യക്ഷയോട് അന്ന് സൈനികമായിട്ട് ഇടപെടുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ സാമാന്യക്ഷ പറയുന്നത് നമുക്കിപ്പോ സൈനികമായിട്ട് ഇടപെടാനുള്ള സാഹചര്യമില്ല, ഇന്ത്യൻ ആർമി പ്രിപ്പയർഡ് അല്ല എന്നുള്ളതാണ്. അതിനൊരു കാരണമുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയാ, 2 ഫ്രണ്ടിൽ നിന്ന് ആക്രമണങ്ങൾ വന്നു കഴിഞ്ഞാൽ ശങ്കുട്ടിദാസ് അങ്ങിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മോഹൻ വർഗീസ് ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതാണ്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ പാകിസ്ഥാൻ ആയിരുന്നില്ല. പാകിസ്ഥാൻ രൂപം കൊണ്ടപ്പോൾ ആ പേര് കൊടുത്തെങ്കിലും അവർ ജന്മം കൊണ്ട്, കർമ്മം കൊണ്ട്, സംസ്കാരം കൊണ്ട്, ഭാഷ കൊണ്ട് ബംഗാളികൾ തന്നെയായിരുന്നു. ആ സംസ്കാരം നിലനിർത്താനുള്ള പോരാട്ടം, അതിനൊടുവിലാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. ശ്രീ പ്രദീപ്, ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഒരു ഭാഗം ഒരിക്കലുമായിട്ടില്ല ബംഗാൾ. ഈ പാകിസ്ഥാൻ എന്ന പേരിനെ തന്നെ ഒന്ന് ഭംഗ്യാന്തരേണ വിഭജിച്ച് നോക്കിക്കോ. പി സ്റ്റാൻഡ്സ് ഫോർ പഞ്ചാബ്, എ സ്റ്റാൻഡ്സ് ഫോർ അഫ്ഗാനിസ്ഥാൻ, അതായത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് അഫ്ഗാൻ റീജിയനാണ്. കെ സ്റ്റാൻഡ്സ് ഫോർ കാശ്മീർ, അതായത് ഇപ്പോൾ അവർ പറയുന്ന പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൻ്റെ ഭാഗമാണ്. കാശ്മീരിൻ്റെ മുഴുവൻ നിയന്ത്രണം വേണമെന്ന് പാകിസ്ഥാൻ്റെ ആഗ്രഹമാണ് കെയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇസ്താൻ, സിന്ധ്, യെസ്, ആൻഡ് ISTN, ബലൂചിസ്ഥാൻ. ഇവിടെ എവിടെയാണ് ബംഗാൾ ഉള്ളത്? അപ്പോൾ ദ വെരി നെയിം പാകിസ്ഥാൻ ഡസ് നോട്ട് ഫിഗർ ബംഗാളി ഐഡൻറ്റിറ്റി ഇൻ ദ നെയിം. അപ്പോൾ അവിടെ മുതൽ തുടങ്ങുന്നു ആ ഒരു വിവേചനം. യഥാർത്ഥത്തിൽ ശ്രീ പ്രദീപ്, പാകിസ്ഥാനെക്കുറിച്ച് അറിയാവുന്നവരെല്ലാം സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ദ ഹാർട്ട് ഓഫ് പാകിസ്ഥാൻ ഈസ് ഇൻ പഞ്ചാബ്. പാകിസ്ഥാൻ്റെ കണ്ണായ സ്ഥലങ്ങൾ പഞ്ചാബിലാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് വെസ്റ്റ് പാകിസ്ഥാൻ. അവിടുത്തെ പഞ്ചാബിലെ ഓരോ യുവാവിൻ്റെയും ആഗ്രഹം സൈന്യത്തിൽ ചേരുക എന്നതാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് സർവൻ്റായിട്ട് മാറുക എന്നതാണ്. സൈന്യത്തിൻ്റെ 95% വെസ്റ്റ് പാകിസ്ഥാനിൽ, അതിൻ്റെ മഹാഭൂരിപക്ഷവും പഞ്ചാബി സ്പിരിറ്റ്. അപ്പോൾ ആ ബ്രെയിൻ എന്ന് പറയുന്നത് വെസ്റ്റ് പാകിസ്ഥാൻ ആണ് പൊളിറ്റിക്കൽ സീറ്റ് ഓഫ് പൊളിറ്റിക്കൽ പവർ, സീറ്റ് ഓഫ് ഇക്കണോമിക് പവർ ആൻഡ് സീറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. പക്ഷേ ജനാധിപത്യ പാകിസ്ഥാൻ, ഇടത് വലത്ത്, അതായത് വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് പാകിസ്ഥാൻ ചേർന്ന അവിഭക്ത പാകിസ്ഥാൻ്റെ ജനാധിപത്യ പ്രക്രിയ 70-ലെ തിരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കപ്പെട്ടു.
അവിടെ നേരത്തെ ശ്രീ ശങ്കുത്തിദാസ് സൂചിപ്പിച്ച അതേപോലെ അവിടുത്തെ പാർലമെൻറ്റിൽ വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ച അവാമി ലീഗ്, ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ അവാമി ലീഗിന് അധികാരം കൈയൊഴിയാൻ, അധികാരം നൽകാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ മേലാളന്മാർ, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ഭൂട്ടോയുടെ, സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പാർട്ടി തയ്യാറായില്ല. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ദ സ്പിരിറ്റ് ഓഫ് പാകിസ്ഥാൻ ഈസ് റൂയിൻഡ്. ഇവിടെ ചെയ്യാവുന്നത്, ബംഗ്ലാദേശിന് ചെയ്യാവുന്നത് ഒരൊറ്റ കാര്യം തന്നെയാണ്, അവരുടെ ഒറിജിനൽ ബംഗാളി സ്വത്വം. നേരത്തെ നമ്മളിവിടെ കേട്ടു, ഉറുദു അടിച്ചേൽപ്പിക്കുന്ന, ഉറുദു ഒരിക്കലും ബംഗാളി സംസാരിക്കുന്ന ഭാഷയല്ല. ബംഗാളി ദേശീയതയുടെ അടിസ്ഥാനം ഭാഷയാണ്. നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ സംസാരിക്കുന്ന അതേ ഭാഷയാണ് കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശിൽ സംസാരിച്ചിരുന്നത്. അതുകൊണ്ടൊരു ഗ്രേറ്റ് ബംഗാളി സ്പിരിറ്റ്, ബംഗാളി ചിത്രകല, ബംഗാളി ലിറ്ററേച്ചർ, സാഹിത്യം, ബംഗാളി ആർട്ട് എന്ന് വേണ്ട, ബംഗാൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് നടുനായത്വം വഹിച്ചിരുന്ന, ഒരു കാലത്ത് ബ്രിട്ടീഷ് എംപയറിൻ്റെ എല്ലാ റോഡുകളും എത്തിയിരുന്നത് കൽക്കട്ടയ്ക്ക് നേരെയാണ്. അതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനമായിരുന്ന ബംഗാൾ, അവിടെ നിന്നാണ് റെസിസ്റ്റൻസ് പലപ്പോഴും, ഉന്നത ചിന്തകൾ പലപ്പോഴും വന്നത്. അതുകൊണ്ട് ബംഗാളികൾ ഒരിക്കലും വെസ്റ്റ് പാകിസ്ഥാൻ്റെ ഒരു മനോഭാവത്തിലായിരുന്നില്ല. ഒരു ബംഗാളി സ്പിരിറ്റ്, അതൊരു സെക്യുലർ സ്പിരിറ്റാണ്. നോക്കൂ, 33% ഉണ്ടായിരുന്നു ബംഗാൾ വിഭജനത്തിന് മുൻപ്. ആ ഇന്നത്തെ ബംഗ്ലാദേശിലെ ഹൈന്ദവ ജനസംഖ്യ 33%. അത് വിഭജനം കഴിഞ്ഞ് ബംഗ്ലാദേശിൻ്റെ ഡിവൈഡിന് മുൻപ് ഉള്ള, ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നതിന് മുൻപുള്ള സമയത്ത് അത് 28%. അതായത് വിഭജനത്തിന് ശേഷം 47-ൽ തന്നെ 28% ആയി. അത് ബംഗ്ലാദേശ് രൂപീകരിക്കുമ്പോൾ 22% ഉണ്ടായിരുന്നു. അത് സിസ്റ്റമാറ്റിക്കലി കുറഞ്ഞ് ഹൈന്ദവ ജനസംഖ്യ ഇന്ന് 8% മാറി. അപ്പോൾ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഇറ്റ്സ് എ ലോങ് ടേം ചേഞ്ച് ഇൻ ദി ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ ഓഫ് ബംഗാൾ. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് 71-ലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തുകയാണ്. 71-ൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ രണ്ടാം കിട പൗരന്മാരായി മാറ്റപ്പെടുന്നു എന്ന കിഴക്കൻ ബംഗാളികളുടെ ഒരു പരിദേവനം. അവിടെയാണ് ഇന്ത്യയുടെ നയം, വിദേശ നയം സടകുടഞ്ഞെഴുന്നേൽക്കുന്നത്. വി ഹാവ് എ കമ്മിറ്റ്മെൻറ്റ് ടു ദി ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ. ഇന്ത്യക്ക് എക്കാലത്തും ഡിസ്പ്ലേസ്ഡ് പീപ്പിളിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ലോകത്ത് എവിടെയെല്ലാമാണ് ചിതറിയ ജനമുള്ളത്, ഡിവൈഡഡ് ജനമുള്ളത്, അവിടെയെല്ലാം ഭാരതത്തിൻ്റെ ഒരു കരം, ഒരു സാന്ത്വന കരമെത്തും. എവിടെയെല്ലാമാണ് വിവേചനമുള്ളത്, അത് അപ്പാർത്തൈഡ് ആയിക്കൊള്ളട്ടെ, സൗത്ത് ആഫ്രിക്കയിലെ അപ്പാർത്തൈഡ് ആയിക്കൊള്ളട്ടെ, മറ്റ് ഇടങ്ങളിലെ വർണ്ണ വിവേചന നയമായിക്കൊള്ളട്ടെ, ഭാരതം ഈ രാജ്യങ്ങളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചരിത്രപരമായ ഒരു നയമാണ്. അത് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ അടിസ്ഥാന ചിലകളിലൊന്നാണ് എംപതി ടു ദി ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായി there was third degree structural violence in ഈസ്റ്റ് പാകിസ്ഥാൻ. അവിടെ അധികാരം കൈമാറാൻ വിസമ്മതിക്കുന്നു. അതുമാത്രമല്ല, അവർ സ്വാതന്ത്ര്യമല്ല അതിന് ആഗ്രഹിച്ചത്. അവിഭക്ത പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് പദവിയിൽ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദവിയിൽ എത്തേണ്ടത് ബംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാനും അദ്ദേഹം നയിച്ച അവാമി ലീഗ് എന്ന പാർട്ടിയുമാണ്, ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി. ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് മുജിബുർ റഹ്മാൻ്റെ പ്രിയപുത്രിയാണല്ലോ ഷെയ്ഖ് ഹസീന. അപ്പോൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ദേശീയവാദിയാണ് മഹാത്മാഗാന്ധിയും ഒക്കെ, അതുപോലെ തന്നെ ദേശീയവാദി ബംഗ്ലാദേശിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിർത്തുന്ന, ഔപചാരികമല്ലെങ്കിൽ പോലും ആ സ്ഥാനത്ത് നിർത്താവുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ആ ഒരു വ്യക്തിത്വം, ആ വ്യക്തിയുടെ ദീർഘവീക്ഷണം, ഇതെല്ലാം തന്നെ ബംഗാൾ ദേശീയതയുമായി ചേർന്ന് ഒരു സ്വത്വം വരികയാണ്. അവിടെ ബംഗ്ലാദേശ് പ്രഖ്യാപിക്കുകയാണ്, സ്വതന്ത്ര ബംഗ്ലാദേശ് പ്രഖ്യാപിക്കുക എന്നതല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യാനില്ല. അപ്പോഴാണ് മാർച്ച് മാസമേ ആയിട്ടുള്ളൂ, 1971 മാർച്ച് മാസമേ ആയിട്ടുള്ളൂ. അവിടെ ആ സമയത്ത് ഇന്ത്യ സംയമനം പാലിച്ചു. ഇന്ത്യ വാസ് വെയിറ്റിംഗ് ഇൻ ദ വിങ്സ്. ഇന്ത്യ വാസ് വാച്ചിങ്, ഇന്ത്യൻ സൈന്യം, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം വാസ് വാച്ചിങ് ദി ഡെവലപ്മെൻറ്റ്സ് അൺഫോൾഡിങ്. അങ്ങനെയാണ് ഭാരതം ആ നിർണായക തീരുമാനമെടുക്കുന്നത്. അവിടെ ഭാരതത്തിലെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഭാരതം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിന്നു. ബംഗ്ലാദേശിലെ ജനങ്ങളുമായി താതാത്മ്യപ്പെടുന്ന, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു നിലപാട്. അവിടെ ഇന്ത്യൻ ആർമി വെയിറ്റഡ് അൺടിൽ ഡിസംബർ ടു ലോഞ്ച് എ ഫുൾ സ്കെയിൽ സ്കെയിലിംഗ് അറ്റാക്ക്. കേവലം 13 ദിവസം, 1971 ഡിസംബർ 3 തുടങ്ങിയ ഓപ്പറേഷൻ
മുക്തിബാഹിനി ബംഗ്ലാദേശിലെ വിമോചന പോരാളികളായ ഗറില്ലകളായ റെസിസ്റ്റൻസ് ഫോഴ്സായ മുക്തിബാഹിനിയും ബംഗ്ലാദേശിൻ്റെ സൈന്യവും സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളും എല്ലാം ചേർന്ന് ഇന്ത്യൻ സൈന്യത്തിൻ്റെ സഹായത്തോടുകൂടി ഡിസംബർ മാസം 16-ാം തീയതി ഇന്ന്, അതായത് അതിൻ്റെ വാർഷിക ദിനമാണിന്ന്, ആ ദിവസം ബംഗ്ലാദേശിന് പുതിയൊരു അധ്യായം എഴുതി കുറിക്കുകയാണ്. അങ്ങനെയൊക്കെ വരാം. ഡോക്ടർ മോഹൻ വർഗീസ്, നാളെയാണ് ഡിസംബർ 16. നാളെ ബംഗ്ലാദേശ് വിജയ് ദിവസ് ഭാരതം കൊണ്ടാടുകയാണ്. കൊൽക്കത്തയിലായിരിക്കും പ്രധാന ചടങ്ങ്. ബംഗ്ലാദേശിൽ നിന്നുള്ള യോദ്ധാക്കൾ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. കേണൽ ഡിന്നി, ഇത് കേവലം ഒരു രാജ്യാന്തര പ്രശ്നമായിരുന്നില്ല, ഇരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നില്ല. ഒരു സംസ്കാരത്തെ, ഒരു ജനതയെ, ഒരു ഭാഷയെ രക്ഷിക്കാൻ വേണ്ടി ഭാരതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ഇന്ന് ബ്രിഗേഡിയർ സനൽകുമാർ പറഞ്ഞിട്ടാണ് നമ്മൾ ആ മാപ്പ് കാണിക്കുന്നത്. നോക്കൂ, ഭാരതത്തിനുള്ളിലിരിക്കുകയാണ്. അത് എന്തിൻ്റെ പേരിൽ, അന്ന് ഏത് രീതിയിൽ വെട്ടിമുറിച്ചു എന്നുള്ളതാണ് ഏറെ കൗതുകതരം. തീർച്ചയായിട്ടും ശ്രീ പ്രദീപ്, ഈ ഒരു യുദ്ധം അന്ന് നടക്കുമ്പം, അതും ഇപ്പോഴും നടക്കുന്നതിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഈ സംസ്കാരത്തിന്റെ പ്രശ്നം തന്നെയാണ്. നേരത്തെ ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞ പോലെ ഈ ബാംഗ്ല ഭാഷ എന്ന് പറയുന്നത് ബംഗ്ലാദേശിയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ബാംഗ്ല ഭാഷയ്ക്ക് നമ്മൾ തമിഴായാലും ശരി, മറ്റ് ഭാഷകളെ പോലെ ഒരു സംസ്കാരമുണ്ട്. അതിനകത്ത് ആ ഭാഷയോടെ ചേർന്ന് കലയും മറ്റു കാര്യങ്ങളെല്ലാം ചേർന്ന് കിടക്കുന്നുണ്ട്. ഒരു വേരുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രതയും മറ്റു കാര്യങ്ങളെല്ലാം അവർ ആ ബംഗ്ലാദേശികളും അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുകൾ എപ്പോഴും കൽപ്പിക്കാറുണ്ട്. അപ്പൊ ബാംഗ്ല ഭാഷ അതിന്റെ ആ വേരുകൾ പോയി വന്നു നിൽക്കുന്നത് ഭാരതത്തിലേക്ക് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ 1947 തൊട്ടേ ഈ ഒരു പ്രശ്നം, നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ, അതായത് ഉറുദു സ്പീക്കിംഗ് അല്ലെങ്കിൽ പഞ്ചാബി സ്പീക്കിംഗ്, അവിടെ പഞ്ചാബി സ്പീക്കിംഗ് ഉള്ള ഒരു കൾച്ചറാണ് പാകിസ്ഥാനിലുള്ളത്. ഈ പഞ്ചാബി സ്പീക്കിംഗ് ഉള്ള കൾച്ചർ കൊണ്ട് ഒരു കാരണം കശ്മീരികളിൽ പോലും പലരും പാകിസ്ഥാനിലേക്ക് ചേരാൻ താല്പര്യം കാണിക്കാതിരുന്നത്, ഇൻക്ലൂഡിങ് ഷെയ്ഖ് അബ്ദുള്ള പോലും ഒരു കാരണം പറയുന്നത്, അവിടെ ചേർന്ന് കഴിഞ്ഞാൽ പഞ്ചാബി മുസ്ലിംസ് ഇവരെ ഡോമിനേറ്റ് ചെയ്യുന്ന വെച്ചിട്ടാണ് അവരൊന്ന് മടിച്ചു നിന്ന് എന്നുള്ള ഒരു വാദം അവിടെയുണ്ട്. അതുകൊണ്ടാണ് 1947 തൊട്ട് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം സൃഷ്ടിച്ചെങ്കിലും ഒരിക്കലും അവർക്ക് യോജിക്കാൻ സാധിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ജോഗ്രഫി ഒരു വലിയൊരു കാര്യമാണ്. ജോഗ്രഫി ഈസ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഭാരതത്തെ സംബന്ധിച്ചോളം അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ അതിന്റെ ഡിസ്റ്റിങ്ക്ട് ഐഡന്റിറ്റി ജോഗ്രഫി ഉണ്ടെന്ന്, അതായത് സൗത്തില് സമുദ്രവും നോർത്തിൽ ഹിമാലയം ഉണ്ടെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ളതാണ്. അതായത് ജോഗ്രഫി ഒരു ഘടകമാണ്. ആ ജോഗ്രഫിയുടെ ഒരു കാരണമാണ് 1000 കിലോമീറ്റർ ദൂരത്തിലാണ് രണ്ട് രാജ്യത്തിന്റെ രണ്ട് ഭാഗം, രണ്ട് ഭാഷ സംസാരിക്കുന്ന, രണ്ട് സംസ്കാരമുള്ളവർ. അപ്പൊ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരേ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ മതം മാത്രമായിരുന്നു അവരെ യോജിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ അതുപോലും മനുഷ്യന്റെ ആവശ്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളും ആ മനുഷ്യന്റെ സംസ്കാരത്തിന്റെയും അതിന് മുകളിലല്ല എന്ന് കാണിക്കുന്നതായിരുന്നു 1971 ആ ഒരു പോരാട്ടവും നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ രാജ്യം കിട്ടുന്നതും. ലോകത്ത് തന്നെ ശ്രീ പ്രദീപ്, ലോകത്ത് തന്നെ വേറെ ഒരു രാജ്യവും ഭാഷയുടെ പേരിൽ ഒരു പോരാട്ടം നടത്തിയും അത് പ്രത്യേകിച്ച് വെളിയിൽ നിന്നുള്ള രാജ്യം സപ്പോർട്ട് ചെയ്ത് ഒരു പുതിയ രാജ്യത്തിനെ സൃഷ്ടിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പലപ്പോഴും മറ്റു പല കാരണങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ വരും. പക്ഷെ ഒരു ഭാഷയുടെ ഒരു സമരം, അതുകൊണ്ടാണ് ഈ 25th മാർച്ച് എന്ന് പറയുന്നത് അവരുടെ ഐ തിങ്ക് ഇന്റർനാഷണൽ ഡേ ഓഫ് ലാംഗ്വേജസ് പോലും അംഗീകരിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയൊരു കാര്യം അന്നുണ്ട്. അതിന്റെ ഡെഫിനറ്റ്ലി ഭാരതത്തെ സംബന്ധിച്ചോളം വെറും ഒരു മിലിറ്ററി ഓപ്പറേഷൻ അല്ലായിരുന്നു. അതിനകത്ത് ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. പൊളിറ്റിക്കലായിട്ട് നോക്കിയാൽ തന്നെ ലക്ഷക്കണക്കിനുള്ള ആളുകളാണ് ഇവിടെ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അവരെ ഹാൻഡിൽ ചെയ്യാൻ അത് വലിയൊരു ചാലഞ്ച് ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചോളം എപ്പോഴും നമ്മളെ അതായത് 1948 ആയാലും ശരി, 65 ആയാലും ശരി, 65 ശരി, ഭാരതത്തിന് നിരന്തരമായിട്ട് യുദ്ധത്തിലൂടെ കീഴടക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അവരിലുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ഈ ഒരു 71ന്റെ വാറില്ലാത്ത നമ്മളെ ഒരു മിലിറ്ററി ആംഗിൾ കൂടെ നോക്കുകയാണെങ്കിൽ, നമ്മൾ 48 ഒരു യുദ്ധം കഴിഞ്ഞു, 47-48 കശ്മീരിലെ, 62 ചൈനീസുമായിട്ടുള്ള ഒരു യുദ്ധം കഴിഞ്ഞു, 65 വീണ്ടും പാകിസ്ഥാനായിട്ടൊരു യുദ്ധം കഴിഞ്ഞു. അപ്പൊ 71 ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചു ഭാരതം ഒന്നും ചെയ്യില്ല എന്നുള്ളത്, ഭാരതത്തിന്റെ സൈന്യത്തിന് അങ്ങനെയുള്ള കാപ്പബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ കണ്ടിരുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഫീൽഡ് മാർഷൽ സാം മാനിക് ഷാ
അദ്ദേഹത്തിന്റെ അടുത്ത് മാർച്ച് മാസത്തിൽ ഇന്ദിരാഗാന്ധി പറയുകയാണ് നിങ്ങൾ യുദ്ധത്തിലേക്ക് പോകുമെന്ന്. പക്ഷെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, നമ്മളിപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് തോൽവി നിശ്ചയമായിരിക്കും. അതുപോലെ തന്നെ ഭാരതത്തിന്റെ സൈന്യത്തിന് പ്രിപ്പറേഷന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മറ്റു ഘടകങ്ങൾ. ഈ മറ്റു ഘടകങ്ങൾ എന്താണ്? ആ സമയത്താണ് ഈ കൃഷി ധാരാളം ചെയ്യുന്ന ഒരു സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കർഷകർക്ക് വലിയ രീതിയിലുള്ള നഷ്ടം. കാരണം ഈ ടാങ്ക്സ് എല്ലാം പോകുമ്പോൾ അവർ അതിലേക്കൂടെ തന്നെയാണ് പോകുന്നത്, അല്ലാതെ വേറെ റോഡിൽ കൂടെ അല്ല പോകുന്നത്. അതുപോലെ തന്നെ ജൂൺ ജൂലൈ മാസം കഴിഞ്ഞാൽ, ജൂലൈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞാൽ പിന്നെ മോൺസൂൺ അല്ലെങ്കിൽ മഴയുടെ സീസൺ വരും. മഴയുടെ സീസൺ വന്നാലും വീണ്ടും ഈ സോയിൽ അല്ലെങ്കിൽ ഈ ഭൂമി സോഫ്റ്റ് ആവും. അവിടുന്ന് ടാങ്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും നവംബർ ഡിസംബർ മാസത്തിൽ മാത്രമേ ഇതിന് ഒരു ക്ലൈമറ്റ് വൈസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുന്നുള്ള ഒരു കാര്യം നടക്കും. അപ്പം ഭാരതത്തെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഭാരത സൈന്യത്തെ സംബന്ധിച്ചോളം അതിന്റെ വെസ്റ്റേൺ ഫ്രണ്ടിൽ പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യം, നിരന്തരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം ഓൾറെഡി ഉണ്ട്. നോർത്തിൽ നോക്കി കഴിഞ്ഞാൽ ചൈനയുമായിട്ടുള്ള യുദ്ധം ചെയ്തു കഴിഞ്ഞ് ഇപ്പൊ നിൽക്കുന്നേ ഉള്ളൂ. അവിടെയാണ് ഈ രണ്ട് ഫ്രണ്ടും ഇട്ടിട്ട് ഈസ്റ്റേൺ ഫ്രണ്ടിലേക്ക് ഒരു സൈന്യത്തിനെ തയ്യാറാക്കി അവിടത്തേക്ക് ഒരു യുദ്ധത്തിലേക്ക് പോകും. ഇതുകൂടാതെ നമ്മൾ മനസ്സിലാക്കണം, US എന്ന് പറഞ്ഞ അന്നത്തെ സൂപ്പർ പവർ, അവരുടെ ഫുൾ സപ്പോർട്ട് എന്ന് പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അവരുടെ 7th ഫ്ലീറ്റ് നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ വരെ വന്നിരുന്നു. ഇന്ദിരാഗാന്ധിജിയെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ യുദ്ധത്തിന് പോയാണെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ടാണ് അന്ന് ഭാരതത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റഷ്യ അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ മാത്രമേ ഉള്ളായിരുന്നു. ഇതെല്ലാം കണ്ടിട്ടാണ് ഭാരത സൈന്യം അന്ന് പോവുകയും ഈ ഒരു യുദ്ധം 13 ദിവസം കൊണ്ട്, നമ്മൾ ലോകത്തെ ഏതെങ്കിലും ഒരു ചരിത്രം മിലിറ്ററി ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 13 ദിവസം കൊണ്ട് ഒരു സൈന്യത്തിന്റെ 93,000 ആളുകളെ അല്ലെങ്കിൽ സൈനികരെ, അതിനകത്ത് ബംഗ്ലാദേശി കുറച്ച് ആളുകളുണ്ട്, കുറച്ച് സിവിലിയൻസ് ഉണ്ട്, പക്ഷെ എല്ലാം കൂടെ ചേർത്ത് 93,000 പ്രിസണേഴ്സ് ഓഫ് വാറിനെ ഒരു രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പുതിയതായിട്ട് സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ അത് തിരിച്ച് അതേപോലെ വരികയാണ്. ഭാരതം അല്ലെങ്കിൽ ഭാരത സൈന്യം 1 ഇഞ്ച് ഭൂമി പോലും അവിടെ കൈവയ്ക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ തിരിച്ചു വരികയാണ്. അങ്ങനത്തെ ഒരു സംഭവം ഇന്ന് നമുക്ക് എങ്ങും കാണാൻ പറ്റത്തില്ല. അതിനെ സാധാരണക്കാരായ നമ്മൾ ആൾ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ നോക്കിയാൽ മതി. ഇപ്പം റഷ്യയും യുക്രൈൻ തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ് 2 വർഷത്തോളം ആയി മുകളിൽ. അതുപോലെ അവിടെ റഷ്യ ഇത്രയും വലിയ സൂപ്പർ പവർ ആയിട്ട് യുക്രൈന് വലിയ രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അമേരിക്കയുടെ കാര്യം നോക്കൂ. അമേരിക്ക വിയറ്റ്നാമിൽ പോയി അവിടെ അവർക്ക് വലിയ രീതിയിലുള്ള വലിയ ജയം ഒന്നും കിട്ടിയില്ല. അഫ്ഗാനിസ്ഥാനിലും അതേ സ്ഥിതിയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ ഇസ്രയേലും ഹമാസിന്റെയും അല്ലെങ്കിൽ ഹെസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഒന്നും ഒരു ക്ലിയർ വിക്ടറി ഇല്ലായിരുന്നു. 1971 ഒരു സൈന്യത്തിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഏത് സൈന്യത്തിന്റെ പഠനത്തിൽ പോയാലും ഈ ഒരു യുദ്ധത്തിനെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഇത് സാധിച്ചത്? അങ്ങയിലേക്ക് വരാം. സേനാപതി വീണ്ടും കോൺഗ്രസിന്റെ പ്രതിനിധി, ക്ഷമിക്കണം, അങ്ങയിലേക്ക് വരാൻ ഒരല്പം വൈകി. അങ്ങയെ തന്നെ ചർച്ചയ്ക്ക് വേണമെന്ന് പറഞ്ഞത് അങ്ങ് ഒരു വിമുക്ത ഭടൻ കൂടിയാണ്, ഒരു സൈനികനാണ്. നമ്മൾ ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞു, സൈനിക നീക്കം പറഞ്ഞു. സേനാപതി വീണു, ഇതിലൊരു പോയിന്റ് ഉണ്ട്, തന്ത്രപരമായ ഇന്നും നമ്മൾ അനുഭവിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. പാക് ഓക്യുപ്പൈഡ് കശ്മീരൊക്കെ കടന്ന് പാകിസ്ഥാൻ ഒന്നടങ്കം ഇങ്ങ് പിടിക്കട്ടെ എന്ന് ചോദിച്ച അന്നത്തെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സാം മാനേക്ഷായോട് വേണ്ട എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധി പോയി സിംല കരാർ ഒപ്പിട്ടപ്പോൾ രാജ്യാന്തര തലത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയുടെ കീർത്തി വർദ്ധിച്ചു, സമാധാനത്തിനായി നിലകൊണ്ടയാൾ എന്ന്. അന്ന് തുടങ്ങിയില്ലേ അബദ്ധം? അങ്ങിന്ന് ഒരു സൈനികൻ ഇത്രയും ജീവൻ ത്യാഗം ചെയ്ത് വീരമൃത്യു വരിച്ച് പിടിച്ചെടുത്ത വിജയം പകുതിക്ക് ഉപേക്ഷിച്ചോ ഭാരതം? പണ്ട് നെഹ്റു ചെയ്ത അതേ അബദ്ധം മകൾ ആവർത്തിച്ചോ? പ്രദീപേ, നമുക്കതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പരിണിതപ്രജ്ഞരായ 2 സൈനിക ഉദ്യോഗസ്ഥർ, ഒരാൾ ബ്രിഗേഡിയറാണ്, ഒരാൾ കേണൽ. അദ്ദേഹം ഒരു രാജ്പൂത്ത് റെജിമെന്റിന്റെ കമാൻഡിങ് ഓഫീസറായി ദീർഘകാലം ജമ്മു ആൻഡ് കശ്മീരിൽ ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. വളരെ പരിണിതപ്രജ്ഞരാണ്. അവർ 2 പേരും ആ യുദ്ധത്തിന്റെ ഒരു സൈനിക ആംഗിളിൽ നിന്ന് സംസാരിച്ചു. ഞാൻ അതിനെ വിട്ട് ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ കൂടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഇതിന്റെ പശ്ചാത്തലമൊക്കെ ഇവിടെ വളരെ വളരെ വിശദമായിട്ട് സൂചിപ്പിക്കപ്പെട്ടു. 1970 ഡിസംബറിൽ, അതായത് ഇന്ത്യയിലെ 5ാമത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പാണ് നമ്മൾ ജനാധിപത്യ പ്രക്രിയയിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാനും ഒരു ആഗ്രഹം ഉണ്ടായി ജനാധിപത്യ ഗവൺമെന്റ് അവിടെ വരണമെന്ന്. അത് അയൂബ് ഖാന് ശേഷം ഇവിടെ ശങ്കുട്ടി പറഞ്ഞ പോലെ യാഹ്യ ഖാൻ. അപ്പോൾ യാഹ്യ ഖാന്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി സുൽഫിക്കർ അലി ഭൂട്ടോയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും ബംഗ്ലാദേശിൽ നാഷണൽ അവാമി ലീഗും. അപ്പൊ ഇന്ത്യയിൽ കോൺഗ്രസും കോൺഗ്രസ് ഇതര പാർട്ടികളും മത്സരിക്കുന്ന പോലെ അവിടെ ജനാധിപത്യപരമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് അപ്പോൾ യാഹ്യ ഖാൻ അതിന് അനുമതി കൊടുക്കാനുള്ള ഒരു കാരണം, രാഷ്ട്രീയ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വിചാരിച്ചത് പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി അധികാരത്തിൽ വരികയും തന്നെ രാഷ്ട്രപതിയായിട്ട് തുടരാൻ അനുവദിക്കും എന്നുള്ളത് കൊണ്ടാണ് ആർമിയുടെ പഴയ ജനറൽ ആയിരുന്ന അദ്ദേഹം ഒരു പൊതു തെരഞ്ഞെടുപ്പിന് അനുമതി കൊടുക്കുകയും ഏതാണ്ട് സത്യസന്ധമായ രീതിയിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ 144 സീറ്റുകളിൽ കേവലം 88 സീറ്റിൽ മാത്രമാണ് ഭൂട്ടോയുടെ പാർട്ടിക്ക് വിജയിക്കാൻ പറ്റിയത്. അവിടെയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ വരുന്നത്. ഇപ്പുറത്ത് മുമ്പ് സൂചിപ്പിച്ച പോലെ 169-ൽ 167 ജയിച്ച ആൾക്ക് ഭരണം കൊടുക്കണം. അതാണല്ലോ ജനാധിപത്യത്തിലെ വ്യവസ്ഥ. അപ്പൊ ആ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടതോടുകൂടിയാണ് പിന്നീട് ഉണ്ടാകുന്ന സംഘർഷങ്ങളും 1971 മാർച്ച് ആകുമ്പോഴേക്കും ധാക്ക യൂണിവേഴ്സിറ്റിയിൽ ഇവർ ആക്രമണം നടത്തുന്നു. പിന്നെ അതിനുശേഷം 71 ഡിസംബർ 3-ാം തീയതിയോടുകൂടി ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടതൊക്കെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ യുദ്ധത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്ന ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് അത് അമേരിക്കയാണ്. അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് നിക്സന്റെ എന്താ പറയുക സെക്യൂരിറ്റി ഉപദേഷ്ടാവായിട്ടുള്ള ഹെൻറി കിസിഞ്ചറും. കാരണം ഇവർ രണ്ടുപേരും ഇന്ത്യ വിരുദ്ധരായ ആളുകളാണ് ഏത് ഘട്ടത്തിൽ. കാരണം ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് വരുന്നു, ഏഷ്യൻ രാജ്യങ്ങളിലെ വലിയൊരു വൻശക്തിയായിട്ട് വരുന്ന ഒരു രാഷ്ട്രത്തെ ഏത് രീതിയിലും അതിനെ തകർക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു വികസനത്തെ തടസ്സപ്പെടുത്താനോ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച രണ്ടാളുകളാണ് ഈ നിക്സൺ. അതൊന്ന് ശീതയുദ്ധം വല്ലാതെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഇപ്പൊ വിചാരിക്കുന്നത് അങ്ങ് പിടിച്ചെടുത്ത ബംഗ്ലാദേശിനെ ഇന്ത്യയോടൊപ്പം ചേർത്ത് നമുക്ക് വെക്കാൻ കഴിയില്ല ഒരിക്കലും. കാരണം നമ്മളന്ന് ഇന്ത്യയും പാകിസ്ഥാനും മാത്രമല്ല, അന്ന് UN നമ്മൾ മാനിക്കണം. വിദേശത്തെ അന്താരാഷ്ട്ര നയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട. അന്നത്തെ വിദേശകാര്യ മന്ത്രി സ്വരൺ സിംഗ്, അദ്ദേഹം കശ്മീരിലെ പഴയ രാജാവിന്റെ മകൻ കൂടിയാണ്. അദ്ദേഹം ആഴ്ചകൾ മാസങ്ങൾ എത്രയോ രാഷ്ട്രങ്ങളിൽ സന്ദർശനം നടത്തിയതാണ്. ഇന്ദിരാഗാന്ധി ഏതാണ്ട് 1 മാസക്കാലത്തിലേറെ ലോകത്തെ പല രാഷ്ട്രങ്ങളിലും പോയി സന്ദർശനം നടത്തിയതിനു ശേഷം ഇന്ദിരാഗാന്ധി അവരോട് പറഞ്ഞത് ഞങ്ങൾക്ക് അഭയാർത്ഥികളെ തിരിച്ചയക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, ഹിറ്റ്ലർ പീഡിപ്പിച്ച അഭയാർത്ഥികൾ രാജ്യം വിട്ടു പോയവരോട് തിരിച്ച് ഹിറ്റ്ലറുടെ നാട്ടിലേക്ക് ചെല്ലണമെന്ന് പറയുന്നത് പോലെയാണ്. കാരണം അത്ര ഭയാനകമായ ഭീകരമായ ആക്രമണമാണ് അവിടെ. പ്രത്യേകിച്ച് അത് അവിടുത്തെ ന്യൂനപക്ഷത്തിന് നേരെ. അഭയാർത്ഥികളുടെ എണ്ണം മാർച്ച് ആയപ്പോഴേക്കും 5 ലക്ഷം, അത് ഏപ്രിൽ മെയ് ജൂൺ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും 8 ലക്ഷം, അത് കഴിഞ്ഞ് 1 കോടിയിലധികം അഭയാർത്ഥികളുടെ എണ്ണം കഴിയുമ്പോഴാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഇന്ത്യ കനോട്ട് ലുക്ക് ആസ് എ മിയർ സ്പെക്ടേറ്റർ. അപ്പോ ഈ അഭയാർത്ഥി പ്രവാഹം കൊണ്ട് ഇന്ത്യ ബുദ്ധിമുട്ടുമ്പോ ഇതിന് കാരണക്കാരായ ആളുകൾ, അത് അവിടെ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായാൽ നമുക്ക് ആ ഭൂമി ഓക്യുപ്പൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കാരണം പാകിസ്ഥാനെ യോജിപ്പിച്ചതിന് ശേഷം അത് ഇന്ത്യയുടെ കീഴിലേക്ക് നമ്മൾ കൊണ്ടുവരാമെന്ന് അന്ന് ഒരു കാരണവശാലും ഇന്ത്യക്കല്ല, അങ്ങനെ ഇന്ത്യ ചിന്തിച്ചാൽ പോലും ലോകത്ത് അത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അത് അന്നത്തെ കാരണം ഈ നയതന്ത്രത്തെ ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ ശ്രീ വാജ്പേയി പ്രസംഗിക്കുമ്പോൾ BJPയുടെ RSSന്റെ അന്നത്തെ ഒരു പ്രമുഖനായ നേതാവുണ്ട് KR മൽക്കാനിയെ പോലുള്ള ആളുകളൊക്കെ എന്നാ പിന്നെ ഇന്ത്യയോട് ചേർത്ത് ബംഗ്ലാദേശിനെ നമുക്ക് ചേർത്തുകൊണ്ട് നിർത്താൻ പറ്റുമോ? അത് പറ്റത്തില്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. കാരണം നമ്മുടെ എയിം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് പിടിച്ചെടുക്കുക എന്നുള്ളതല്ല. അവർ എയിം എന്ന് പറയുന്നത് അപ്പുറത്ത് നടന്ന അസ്വസ്ഥത, ആ അസ്വസ്ഥതയിൽ അതിനെ പരിഹരിക്കാനുള്ള എന്ത് മാർഗം, ആ പരിഹരണത്തിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സൈനിക ഇടപെടൽ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടതാണ് എന്താ പറ്റുമോ എന്ന്. അത് ഇവിടെ 2 സൈനിക ഉദ്യോഗസ്ഥരും സൂചിപ്പിക്കും. ഒന്ന്, റാബി വിളവെടുപ്പ് നടക്കുന്ന കാലഘട്ടം, നദികൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം, ഒരു സൈനിക മുന്നേറ്റത്തിന് സാധ്യമല്ല എന്നുള്ള. അത് മാത്രമല്ല
ബംഗ്ലാദേശ് തന്നെ ഇതിനൊരു കുറച്ചുകൂടി കാരണം ഈ അടിച്ചമർത്തലും മുക്തി ബാഹിനിയുടെ രൂപീകരണവും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് സൈനികർ വന്ന് നടത്തുന്ന നിഷ്ഠൂരമായ കൊല, ജനോസൈഡ്. അപ്പൊ അതിൽ ജനവികാരം ബംഗ്ലാദേശിൽ നിന്ന് തന്നെ രൂപപ്പെട്ടതിന് ശേഷം ആ രൂപപ്പെടലിന് വേണ്ടി വരുന്ന ഒരു കാലഘട്ടം, അതാണ് ഇവിടെ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മുടെ യുദ്ധത്തിന്റെ പ്രിപ്പറേഷനും അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു രാഷ്ട്രത്തിലേക്കാണ് കടന്നു കയറുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിലേക്കാണ് നമ്മൾ കടന്നു കയറേണ്ടത്. ചേരിചേരാ നയത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യം ഒരു യുദ്ധപ്രഖ്യാപനവും ഒരു രാജ്യത്തേക്ക് ഒരു ഇൻവേഷനും നടത്തുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്നത്, ഇന്ത്യ വിരുദ്ധ മനോഭാവം, അത് എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അതല്ലാതെ നമ്മളിപ്പോ 50 കൊല്ലത്തിന് ശേഷം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ പരിണതപ്രജ്ഞരായ സൈനിക ഉദ്യോഗസ്ഥരിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ ഇന്ത്യയിലേക്ക് ചേർത്തു എന്ന് തന്നെ നമ്മൾ വിചാരിക്കുക, ഫോർ ദ സേക്ക് ഓഫ് ആൻ ആർഗ്യുമെന്റ്. പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? പിന്നെ സംഭവിക്കുന്നത് ഒരു സംശയവും വേണ്ട, ഇപ്പൊ റഷ്യയുടെ ഭാഗമായിട്ട് നിന്ന് ഉക്രൈനിലൊക്കെ നടന്നതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ. കാരണം അവരൊരിക്കലും പിന്നെ ഇന്ത്യയിൽ ചേരാനല്ല, ദേ വാണ്ട് ടു ബി എ ഫ്രീ കൺട്രി, ഒരു സ്വതന്ത്ര രാഷ്ട്രം. കാരണം അവർ ജയ് ബംഗ്ല എന്നാണ് വിളിക്കുന്നത്. ഞാന് ഒരു കരസേനയിൽ എന്താ പറഞ്ഞ എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലാണ് ചേർന്നത്. എനിക്ക് ഈ ബംഗ്ലാദേശ് യുദ്ധത്തെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ, അത് ഞങ്ങളുടെ യൂണിറ്റിലുള്ള പുസ്തകങ്ങൾ, ഞങ്ങളുടെ സെൻട്രൽ പശ്ചിമടിയിലെ ലൈബ്രറിയിൽ, ഞാൻ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ഏരിയ ഹെഡ്ക്വാർട്ടറിലെ ലൈബ്രറിയുടെ ചുമതലക്കാരൻ, ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുള്ള ഞാൻ ഈ ബംഗ്ലാദേശ് യുദ്ധത്തെക്കുറിച്ചുള്ള ഒരുപാട് അന്ന് ഹിന്ദി എനിക്ക് അത്ര പക്വമല്ലായിരുന്നു എങ്കിലും അതും ഇംഗ്ലീഷിലുമുള്ള ഒരുപാട് ലേഖനങ്ങളും ഈ കാര്യങ്ങളും എന്റെയും മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു രാജ്യത്തെ കീഴടക്കിയിട്ട് നമുക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, KR മൽക്കാനിയെ പോലുള്ള ആളുകൾ പോലും ഇതിനെ വിമർശിച്ചപ്പോൾ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അങ്ങ് മനോഹരമായി സമർത്ഥിച്ചു ഇക്കാര്യം, അങ്ങ് സമർത്ഥിക്കാൻ ശ്രമിച്ചു. 2 കാര്യങ്ങൾ, 50 കൊല്ലത്തിന് ശേഷമായാലും പറ്റിയത് അബദ്ധമാണോ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ഞാൻ ആ ചോദ്യം ഇട്ടെന്നേ ഉള്ളൂ. രണ്ട് ശ്രീ സേനാപതി വേണു, അങ്ങ് പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. ഒരു മിനിറ്റോട് പ്രദീപ് എനിക്ക് സമയം അനുവദിക്കാം. പ്രദീപ് ഒരു മിനിറ്റോട്. ഈ ദുരന്തം എന്നൊക്കെ പറയുന്നത് ഇത് വിഭജനത്തിന്റെ ബാക്കി പത്രമാണ്. സിറിൽ റാൽഫുഡിന്റെ പേന പോയത് അത് ഈ രാജ്യത്തിന്റെ ഹൃദയത്തെ വെട്ടിമുറിച്ചുകൊണ്ട് നമ്മൾ ചെയ്തതല്ല. കാരണം 200 കൊല്ലം നമ്മുടെ രാജ്യത്തെ അടക്കി വാണ ആളുകൾ അവർ ഈ രാജ്യത്തെ എങ്ങനെയും തകർത്തിട്ട് പോകണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ കുവൈറ്റ് കീഴടക്കിയ സദ്ദാം ഹുസൈൻ ആഗ്രഹിച്ചെന്താ? തിരിച്ചു പോരുമ്പോൾ അവിടുത്തെ എണ്ണക്കിണർ മുഴുവൻ കത്തിക്കുക. ഈ ഭരണാധികാരികൾ ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് പോകുമ്പോൾ അവരാഗ്രഹിച്ചത് ഈ രാജ്യം ഒരിക്കലും നന്നാകരുത്, അതുകൊണ്ട് ഇതിനെ എത്രയായിട്ട് വിഭജിക്കാവോ, അതല്ല എന്തൊക്കെ കുഴപ്പങ്ങൾ ഇവിടെ കാണിക്കാവോ ആ കുഴപ്പങ്ങളൊക്കെ കാണിച്ചതിന്റെ പരിണിത ഫലമാണ് ഇവിടെ ഡെന്നിസ് സാർ പറഞ്ഞ പോലെ 1600 കിലോമീറ്റർ രണ്ട് തമ്മിലുള്ള വ്യത്യാസം. കറാച്ചി തുറമുഖത്ത് നിന്ന് ഒരു കപ്പൽ പുറപ്പെട്ട 18ാമത്തെ ദിവസം ചിറ്റോങ് തുറമുഖത്ത് എത്തിക്കൊണ്ടിരുന്നത്. മുകളിൽ കൂടി പോകണമെങ്കിൽ നമ്മുടെ അനുമതി വേണം. അപ്പൊ എത്ര വൈരുദ്ധ്യമാർന്ന ഒരു വിഭജനമാണ് നടത്തിയത്. അത് നമ്മൾ നടത്തിയതല്ലല്ലോ. ആ ഒരു മിനിറ്റ് അങ്ങയിലേക്ക് തിരിച്ചു വരാം. വളരെ രസകരമായ ഒരു ലൈനിലേക്കാണ് അങ്ങയുടെ ചർച്ച കൊണ്ടുപോകുന്നത്. 2-3 കാര്യങ്ങൾ. അന്നത്തെ നേതാക്കൾ അങ്ങ് പറഞ്ഞ് വാഴ്ത്തിപ്പാടിയ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയും മൽക്കാനിയും ഒക്കെ ചെയ്ത ഒരു കൃത്യമുണ്ടല്ലോ, കാണിച്ചു തന്നൊരു പാരമ്പര്യമുണ്ടല്ലോ. രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്രീയം മറന്ന് ഒന്നായി നിൽക്കുക. ഇന്നത്തെ പ്രതിപക്ഷം ചെയ്യുന്നത് എന്താണ് എന്നുകൂടി ഒന്ന് നമുക്ക് ചർച്ച ചെയ്യണം. 1. 2, വിഭജനം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുണ്ടെന്ന് 2 അഭിപ്രായം. ആർക്ക് പ്രധാനമന്ത്രി ആകാൻ വേണ്ടിയിട്ടാണ് ഭാരതവും പാകിസ്ഥാനും രണ്ടായെന്നുള്ള ചോദ്യം അവിടെ ഉയരും രാഷ്ട്രീയമായി. അങ്ങയിലേക്ക് വരാം. ക്ഷമാപൂർവം, വിത്ത് അപ്പോളജീസ്, ബ്രിഗേഡിയർ സനൽ, how important and how strategically significant and sensitive is Bangladesh? സാരമില്ല, ഇപ്പൊ എല്ലാവർക്കും കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹൗ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ഇസ് ബംഗ്ലാദേശ്? നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെയ്ബറാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനെ നമുക്ക് സൗത്ത് ഏഷ്യയിൽ നിന്ന് ഒഴിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ കൾച്ചർ, ദി കോമ്പോസിറ്റ് സൗത്ത് ഏഷ്യൻ കൾച്ചറിലെ ഒരു മേജർ കോമ്പണൻ്റാണ് ബംഗാളി കൾച്ചർ. ആ ബംഗാളി കൾച്ചർ ഡെഫിനറ്റ്ലി നോട്ട് ഓൺ റിലീജിയസ് ലൈൻസ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അത് ആക്ച്വലി കൾച്ചറൽ റൂട്ട്സ് മുഴുവൻ കാസി നസറുൽ ഇസ്ലാം ആണെങ്കിലും രവീന്ദ്രനാഥ് ടാഗോർ ആണെങ്കിലും ഒരേ ബംഗാളികളാണ്, ഒരേ ലിറ്ററേച്ചറാണ്, ഒരേ കൾച്ചർ റൂട്ട്സാണ്. അതുകൊണ്ട് സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ബംഗ്ലാദേശ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ മോർ ദൻ എനിത്തിങ് എൽസ് അതിൽ നമ്മൾ നോക്കുമ്പോൾ
നമ്മളുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ തൊട്ട നെയ്ബറാണ്. നമുക്ക് ഇപ്പം ഓപ്പറേഷൻസ് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിൽ മനസ്സിലാകും. ത്രിപുര, മണിപ്പൂർ, അസം, മേഘാലയ, ഈ 4 സ്റ്റേറ്റിൻ്റെ, പിന്നെ വെസ്റ്റ് ബംഗാൾ കൂടാതെ തന്നെ ബാക്കി മേഘാലയ, അസം, ത്രിപുര, മിസോറാം, ഇതെല്ലാം നമ്മളുടെ നെയ്ബർ സ്റ്റേറ്റ്സ് ആണ്. ഇതിലെല്ലാത്തിലും തന്നെ ഡയറക്റ്റ് ബോർഡേഴ്സ് ഉണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള ബോർഡേഴ്സിൽ ഒരെണ്ണമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത്. അതുകൊണ്ട് ബംഗ്ലാദേശ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ടു ഇന്ത്യ. പിന്നെ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൻ്റെ വടക്കേ അറ്റത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട്സാണ് കൽക്കട്ട, ഹൗഡ, ഇതൊക്കെ പറയുന്ന പോലെ തന്നെ ചിട്ടഗോങ്, കോക്സ് ബസാറൊക്കെ. ഇതിലെല്ലാം നമ്മളുടെ വടക്കൻ നെയ്ബേഴ്സ് ചൈനീസ് ഇതെല്ലാത്തിലും കണ്ണു വെച്ചിട്ടുണ്ട്. ഇതാണ് അവർക്ക് ഡയറക്റ്റായിട്ട് കിട്ടാവുന്ന റൂട്ടുകൾ. ബർമയിൽ ചെയ്യുന്ന റൂട്ട്സ്, ബർമയിൽ തുറമുഖങ്ങൾ ഉണ്ടാക്കുന്ന കോക്സ് ബസാർ, ക്യോക്ഫോ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ബംഗ്ലാദേശിലാണല്ലോ അവർക്കൊരു സൗകര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബേ ഓഫ് ബംഗാൾ അവരുടേതാകാൻ അവർക്കതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു ഉപഭൂഖണ്ഡം എന്ന നിലയ്ക്ക് ഇന്ത്യ ഉള്ളപ്പോൾ നമ്മളുടെ കടലുകൾ നമ്മളുടെ തന്നെയാവണം. നമ്മൾക്കതിൽ ഡോമിനേഷൻ ഉണ്ടാവണം, നമുക്കതിൽ കൺട്രോൾ ഉണ്ടാവണം. അത് ഡിനൈ ചെയ്യാൻ ഏറ്റവും പോസിബിളായിട്ടുള്ള സ്ഥലമാണ് ബംഗ്ലാദേശിൽ അന്യരാജ്യങ്ങൾക്ക് ഇൻഫ്ലുവൻസ് എത്ര കൂടുന്നോ അത്രയ്ക്ക് നമുക്ക് ഇന്ത്യയുടെ സോവറിനിറ്റിക്ക്, ഇന്ത്യയുടെ കൺട്രോളിന്, ഇന്ത്യയുടെ ഡോമിനേഷന്, ഇന്ത്യയുടെ ഇൻഫ്ലുവൻസിന് വല്ലാണ്ട് വ്യത്യാസം വരുന്നതാണ്. അതുകൊണ്ട് അൺഡിനയബിളി ബംഗ്ലാദേശ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ഇന്ത്യ ഇൻ ദി സ്ട്രാറ്റജിക് സ്ഫിയർ. പിന്നെ ആഫ്റ്റർ ഓൾ ഇതൊക്കെ പറയുകയാണെങ്കിലും ഈ 1947 തുടക്കത്തിലും ഓഗസ്റ്റ് 15 മുമ്പ് ഒരേ നാട്ടുകാരായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നതാണ്. ഇന്നാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാവുന്നതാണ് നമ്മൾ. അപ്പോൾ ഇവരെ നമ്മൾ അല്ലാതെ ആക്കാൻ, അവരല്ല എന്ന് പറയുന്നത്, നമ്മളല്ല എന്ന് പറയണമെങ്കിൽ അതിൻ്റെ സ്വല്പം സമയമെടുക്കും. പ്യുവർ റിലീജിയസ് ബേസിസിൽ പലപ്പോഴും പലർക്കും ചിന്തിക്കാം. അത് പൊളിറ്റിക്കൽ ലിവറേജ് കിട്ടുന്ന കാര്യങ്ങളാണ്. അതിന് അൺഡിനയബിൾ, അബ്സല്യൂട്ട്ലി, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഡിവിസീവ് പൊളിറ്റിക്സിൽ വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു. നമ്മളുടെ ബേസിസ് ഉണ്ട്, നമുക്കതിൽ അവിടെ ഒരു ലാസ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ടെമ്പററി ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ 2 ഗവൺമെൻറ് വരുമ്പോഴുള്ള ഒരു ലാസ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ഓഫ് ബംഗ്ലാദേശാണ് നമുക്ക് വേണ്ടത്. കാരണം ഞാൻ പറഞ്ഞ പോലെ സ്ട്രാറ്റജിക്കലി എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബേ ഓഫ് ബംഗാളും അതിലെ ഉപയോഗങ്ങളെല്ലാം. റൈറ്റ് സർ, ഒരു ചോദ്യം. സാം മനേക്ഷ എന്ന വീരനായകൻ, സാങ് മനേക്ഷ എന്ന സൈന്യാധിപൻ, അദ്ദേഹത്തിൻ്റെ റോൾ ഫീൽഡ് മാർഷൽ സാം മനേക്ഷ പറ്റി നമുക്ക് വാചാലിലാകാൻ എളുപ്പമാണ്. സാം മനേക്ഷയെ പറ്റി വാചാലിലാകാൻ എല്ലാവർക്കും എളുപ്പമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ ബിഗർ ദാൻ ലൈഫ് ക്യാരക്ടറാണ് അദ്ദേഹം. 71 വാറിലെ പെർഫോമൻസിൽ ചെയ്തത് കാരണം അദ്ദേഹത്തിന് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഐ തിങ്ക് ഈ 71 വാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ പറയുകയാണെങ്കിൽ 3-4 കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒന്ന്, മിലിറ്ററിലി ചെയ്യേണ്ട കാര്യങ്ങളിൽ രാഷ്ട്രീയം ഇടപെടാതെ, രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. മാർച്ച് ഏപ്രിലിൽ പ്രധാനമന്ത്രി ഒരു ആർമി ചീഫിനോട് പറയുകയാണ്, നമുക്ക് ഇത് വേണം, നിങ്ങൾക്ക് എന്താ ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പം തയ്യാറല്ല, ഇപ്പം പറ്റില്ല, പറയാം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് അവർ തമ്മിൽ മനക്ഷയുടെ മെമ്മോയിൽസിലുണ്ട്. ഇത് മനക്ഷ പറഞ്ഞിടത്തുണ്ട്. ഇതിങ്ങനെ ഞാൻ എണ്ണി പറഞ്ഞു ഇക്കാര്യങ്ങൾ കൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്, കണ്ടിന്യാണെങ്കിലും പറഞ്ഞിട്ടല്ലോ. രണ്ടാമത്, ഈ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഒരുപാട് ഇൻ്റർ സർവീസ്, എയർഫോഴ്സ്, നേവി, പൊളിറ്റിക്കൽ, പോലീസ്, ലോജിസ്റ്റിക്സ്, എത്ര സ്റ്റേറ്റുകളാണ്, ഇന്ത്യയുടെ എത്ര സ്റ്റേറ്റുകളാണ് ഇൻവോൾവ് ആണ്, ഇതിലെല്ലാത്തിലും ഇൻവോൾവ് ചെയ്ത് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ റോൾ ഈസ് ആബ്സല്യൂട്ട്ലി ഇൻകംപറബിൾ. അത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയുടെ കഴിവും കൂടിയാണ്. ബിക്കോസ് ഇഫ് യു റിമെമ്പർ ഫീൽഡ് മാർഷൽ മനക്ഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം MOയിൽ പാർട്ടീഷൻ്റെ ടൈമിൽ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടറിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും അന്ന് മുതലേ പരിചയമുള്ളതാണ്, എന്താണ് ഇതിൽ പ്രശ്നങ്ങൾ വരിക എന്നുള്ള കാര്യം. അപ്പോൾ
അദ്ദേഹം അതിൽ ഉപയോഗിച്ചു എന്നാണ് എൻ്റെ പക്ഷം. എല്ലാ കോർഡിനേഷൻ ബിറ്റ്വീൻ അതർ ഏജൻസീസ്, അതായത് ആർമി, നേവി, എയർഫോഴ്സ് ഉണ്ട്, അല്ലാതെ തന്നെ അതർ ഏജൻസിയുമായിട്ടുള്ള കോർഡിനേഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് അത് സാറ്റിസ്ഫൈഡ് ആക്കി കഴിഞ്ഞിട്ട് മാത്രമേ മിലിറ്ററി ഓപ്പറേഷന് പോയുള്ളൂ എന്നുള്ളതാണ് ഐ തിങ്ക് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും സിംഗുലർ മേജർ കോൺട്രിബ്യൂഷൻ. പിന്നെ അദ്ദേഹം ഓഫ് കോഴ്സ് ജവാന്മാരുടെ ഇടയ്ക്കലും എക്സിക്യൂട്ടീവ് ഏജൻസീസ്, അതായത് ട്രൂപ്സ് ഇൻ ദ ഫീൽഡിനടുക്ക് പോകാൻ ഇഷ്ടമുള്ള ആളായിരുന്നു. അദ്ദേഹം അവിടെ പോയി എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈ എക്സാമ്പിൾ ഒരാൾ പോകുമ്പോൾ ഒരു ജനറൽ, നമ്മുടെ ഒരു ചീഫ് നമ്മുടെയൊക്കെ വന്ന് ഒരു കപ്പ് ചായ കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പവർ ഓഫ് ഇൻഫ്ലുവൻസ് ചെറുതല്ല. അത് അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ഹിസ് മേജർ ട്രേറ്റ്സ് ആണ്. പിന്നെ എല്ലാവരോടും ചിരിച്ചും എല്ലാവരോടും കളിച്ചും എല്ലാവരെയും തമാശ പറഞ്ഞും കയ്യിലെടുക്കുന്ന ഒരു കേപ്പബിലിറ്റി അദ്ദേഹത്തിന് പണ്ടേ ഉണ്ടായിരുന്നതാണ്. അത് വിവിഡായിട്ട് ഈ യുദ്ധത്തിൻ്റെ ബേസിസിൽ കാണാവുന്നതാണ്. അപ്പോൾ സാം മാനെക്ഷോ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഒരു മേജർ ഇൻഫ്ലുവൻസ് ആണ്. ആഫ്റ്റർ ഓൾ അദ്ദേഹം ഹി വാസ് നോട്ട് ഈവൻ പ്രൈമസ് ഇന്റർ പാരസ്, അതായത് 3 ചീഫ്സും ഒരേ ലെവലിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അദ്ദേഹമാണ് അത് മുഴുവൻ നയിച്ചത്. അദ്ദേഹം ചെയർമാൻ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ആയിരുന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരാം. ശ്രീ സേനാപതി വേണു, അങ്ങ് ഇത് കേൾക്കണം. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, വീരനായകൻ, ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി ഭയപ്പെട്ട ഏക മനുഷ്യൻ, അന്ന് ഭാരതത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച സൈന്യാധിപൻ, അദ്ദേഹത്തോട് അന്നത്തെ സർക്കാർ ചെയ്തതെന്താണ്? എന്നോടാണോ ചോദ്യം? ശങ്കുട്ടി ദാസിനോട് തന്നെയാണ് ചോദ്യം. സേനാപതി വേണു ഇത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. നോക്കൂ, സാമനീക്ഷ അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള, വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സോൾജറാണ് സാം ബഹാദൂർ എന്നുള്ള പേരിൽ, സാം ദ ബ്രേവ് എന്ന പേരിൽ കുട്ടികൾക്ക് ഇടയിൽ പോലും ഒരു വീരനായകനായിട്ടുള്ള കഥാപാത്രമായിട്ടൊക്കെ ഇന്ത്യൻ പൊതുമനസ്സിൽ ഒരു അമരമായിട്ടുള്ള പ്രതിഷ്ഠ നേടിയിട്ടുള്ള ആളാണ് സാമനീക്ഷ. പക്ഷെ സാമനീക്ഷയുടെ ജീവിതത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം അർഹിക്കുന്ന ആദരവ് നമ്മൾ കാണിച്ചോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായ സംശയമുണ്ട്. ഒന്ന്, 1971 അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വാഭാവികമായിട്ടൊരു എക്സ്റ്റൻഷൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 58 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 60 വയസ്സ് വരെ പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ സാമനീക്ഷ അത്രയും പോപ്പുലർ ആയി മാറിയിരുന്നു ഇന്ത്യൻ സമൂഹത്തിനിടയിൽ. ഒരു ഘട്ടത്തിൽ 1970-കളിലൊക്കെ വെൻ ആർ യു ടേക്കിംഗ് ഓവർ ദ കൺട്രി എന്ന് ഓസ്ട്രേലിയയുടെ പ്രതിനിധിക്ക് മുന്നിൽ വെച്ച് അമേരിക്കൻ അണ്ടർ സെക്രട്ടറി അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം അതിന് മറുപടിയായിട്ട് അന്നത്തെ അമേരിക്കയിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, നിങ്ങൾ എന്താണോ അമേരിക്ക ഏറ്റെടുക്കുന്നത് അതിന്റെ അടുത്ത ദിവസമാണ് ഞാൻ ഇന്ത്യ ഏറ്റെടുക്കുന്നത് എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള തമാശയൊക്കെ പ്രസിദ്ധമാണ്. അപ്പോ അദ്ദേഹത്തെ നിർബന്ധിക്കപ്പെടുകയായിരുന്നു അദ്ദേഹം റിട്ടയർമെന്റിലേക്ക് പോകാനെന്ന് സാമനീക്ഷ അദ്ദേഹത്തിന്റെ മെമ്മോയ്സിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാക്ക്, ഇന്ദിര refused to call it a day when the sun was shining bright എന്നാണ്. സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോഴും അത് ദിവസമാണെന്ന് അംഗീകരിക്കാൻ ഇന്ദിര തയ്യാറായില്ല, അതിനെ രാത്രി എന്ന് വിളിച്ചു എന്നാണ്. അതായത് ഞാൻ അപ്പോഴും ആരോഗ്യവാനായിരുന്നു, ഞാൻ സൈന്യത്തെ നയിക്കാനുള്ള ശേഷിയുള്ള ആളായിരുന്നു, പക്ഷെ എനിക്ക് അതിനുള്ള ശേഷി ഇല്ലാതുള്ള നിലപാടിലേക്ക് വന്നു. 1971 മുതൽ തുടങ്ങുന്ന ഒരു പ്രശ്നമുണ്ട് ഇതിൽ. അതായത് അന്ന് ഇന്ദിരാഗാന്ധി അടിയന്തരമായിട്ട് യുദ്ധത്തിന് പോകാനാണ് സാമനീക്ഷയോട് പറയുന്നത്. എന്നാൽ സാമനീക്ഷ അത് നിഷേധിക്കുന്നതിന് നിരവധിയായിട്ടുള്ള കാരണങ്ങൾ ഇപ്പോൾ ഇവിടെ സൂചിക്കപ്പെട്ടു. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ മെമ്മോയ്സിൽ പറയുന്നത്, ഒരേ സമയം 2 ഫ്രണ്ടിൽ യുദ്ധത്തിന് ഇന്ത്യ പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ബംഗ്ലാദേശിലേക്ക് പോയി കഴിഞ്ഞാൽ ഈസ്റ്റ് പാകിസ്ഥാനിൽ നമ്മൾ ഈസ്റ്റ് ഫ്രണ്ടിൽ നമുക്ക് യുദ്ധം നേരിടേണ്ടി വരും. അതേ സമയത്ത് വെസ്റ്റ് പാകിസ്ഥാൻ അവിടുന്ന് നമ്മളെ ആക്രമിക്കും. കശ്മീർ മേഖലയിൽ, അവിടെ നിന്ന് പഞ്ചാബ് കശ്മീർ മേഖലയിൽ ആക്രമണം വന്നു കഴിഞ്ഞാൽ ഈസ്റ്റേൺ വെസ്റ്റേൺ ഫ്രണ്ടിൽ ഒരേ സമയം നമ്മൾ ആക്രമണം നേരിടേണ്ടി വരും. ഇതിനെ രണ്ടിനെയും ഡിഫെൻഡ് ചെയ്യാൻ ആ സമയത്ത് നമുക്ക് സാധിക്കില്ല. മൂന്നാമത്തെ കാര്യം, ഇനി ചൈനീസ് ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് വരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ സാമനീക്ഷ പറഞ്ഞത് എന്താ വെച്ചാൽ, വിന്റർ തുടങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ്. വിന്റർ തുടങ്ങിക്കഴിഞ്ഞില്ലെങ്കിൽ, മഞ്ഞുവീഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ, നവംബർ ഡിസംബർ സമയത്ത് മഞ്ഞുവീഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ ഫ്രണ്ട് ക്ലോസ് ചെയ്യും. ആ 2 സ്ഥലത്തും സൈനികർ പിൻവാങ്ങേണ്ടി വരും. അതിശൈത്യമാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് മറ്റേ കശ്മീർ മേഖലയിൽ പാകിസ്ഥാനും അവരുടെ സൈന്യത്തെ പിൻവലിക്കും, ഇന്ത്യയും അവരുടെ സൈന്യത്തെ പിൻവലിക്കും. അപ്പോൾ ഈ വെസ്റ്റേൺ ഫ്രണ്ടിൽ നിന്നൊരു അറ്റാക്ക് വരാനുള്ള സാധ്യത പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി. ഈസ്റ്റേൺ ഫ്രണ്ട് നമുക്ക് സ്വതന്ത്രമായി കിട്ടും. ആ സമയത്ത് നമുക്ക് കടന്നു കയറി കഴിഞ്ഞാൽ വലിയ ഇന്റർവെൻഷൻ ഇല്ലാണ്ട് 6 ഡേ വാറിന്റെ മോഡലിൽ എങ്ങനെയാണോ ഇസ്രായേൽ 6 ഡേ വാർ നടത്തുന്ന 1948, അങ്ങനെ ക്വിക്ക് ആൻഡ് സഡൻ ആയിട്ടുള്ള യുദ്ധത്തിലൂടെ നമുക്ക് ഇവരെ വി ക്യാൻ ടേക്ക് ദം ബൈ സർപ്രൈസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വി ക്യാൻ ടേക്ക് ദം ബൈ സർപ്രൈസ്. അവരെ നമുക്ക് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ക്വിക്കായിട്ടുള്ള വിജയം നേടാൻ സാധിക്കും എന്നുള്ളതാണ്
അത് പക്ഷെ ഇന്ദിരാഗാന്ധിക്ക് വലിയ പ്രഷർ ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി അതിവേഗത്തിൽ പ്രിപ്പയർനെസ് ഉണ്ടാക്കാൻ പറയുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് റോയുടെയും ഇന്ത്യൻ ആർമിയുടെയും നേതൃത്വത്തിൽ നമ്മൾ ബംഗ്ലാദേശിൽ ഒരു ഗൊറില്ല ഫോഴ്സിനെ മുക്തി ബാഹിനി എന്ന പേരിൽ ഇന്ത്യൻ ആർമി തന്നെ ട്രെയിൻ ചെയ്തിട്ട് ഏതാണ്ട് 75,000 ആളുകൾ വരുന്ന ഒരു ഗറില്ല ഫോഴ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ഘട്ടത്തിൽ ആക്രമണം നടന്നു. കാരണം രണ്ടാമത്തെ പ്രശ്നം സാമലേഖ തന്നെ പറയുന്നത് വി ഡോണ്ട് നോ ദ ടെറൈൻ ഓഫ് ബംഗ്ലാദേശ്. നമുക്ക് ബംഗ്ലാദേശിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ഓപ്പറേഷൻസ് നടത്താൻ അവിടുത്തെ ഭൂമിശാസ്ത്രം നമുക്ക് നന്നായിട്ട് അറിയില്ല. നേർതിരിച്ച് പാകിസ്ഥാന്റെ സൈന്യത്തിന് ഈ ഭൂമിശാസ്ത്രം നന്നായിട്ട് അറിയാം. എവിടെയാണ് ഒളിഞ്ഞിരിക്കാൻ സാധിക്കുക, എവിടെ നിന്നാണ് സർപ്രൈസ് അറ്റാക്കുകൾ നടത്താൻ സാധിക്കുക. അപ്പൊ നമ്മുടെ റൂട്ട് ക്ലിയർ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർച്ച് നടത്താൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ റൂട്ട് ക്ലിയർ ചെയ്യാൻ നമുക്ക് അവിടെ ഉള്ളിൽ ഒരു സൈന്യം വേണമെന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ റൂട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലുണ്ടാക്കുന്ന സൈന്യമാണ് മുക്തി ബാഹിനി എന്ന് പറയുന്ന ബംഗാളി റിബൽസിന്റെ സൈന്യം. അപ്പൊ അങ്ങനെ സാമനേക്ഷിയാണ് ടുക്ക് ദ കോൾ. എപ്പോഴാണ് യുദ്ധം തുടങ്ങേണ്ടത്? പൊളിറ്റിക്കൽ നേതൃത്വമാണ് സാധാരണഗതിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. നമ്മളൊരു സൈനിക ഭരണമുള്ള സംവിധാനമല്ല, സൈന്യത്തിന് മേലെ രാഷ്ട്രീയ ഭരണമുള്ള സംവിധാനമാണ്. സ്വാഭാവികമായിട്ടും എപ്പോ സൈന്യം യുദ്ധത്തിന് പോകണം, എപ്പോ സൈന്യം തിരിച്ച് ബാരക്കിലേക്ക് വരണം എന്ന് പറയേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ്. പക്ഷേ ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന്റെ കാര്യത്തിൽ അതല്ല സംഭവിച്ചത്. എപ്പോഴാണ് സൈന്യം യുദ്ധത്തിന് പോകേണ്ടത്, എപ്പോഴാണ് തിരിച്ച് അവർ ബാരക്കിലേക്ക് കയറേണ്ടത് എന്ന് നിശ്ചയിച്ചത് ഇന്ത്യയുടെ സൈനിക മേധാവിയായിരുന്നു സാമനേക്ഷയാണ്. ഡിസംബർ 3-ാം തീയതി നമ്മൾ യുദ്ധത്തിന് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോ ഇന്ദിരാഗാന്ധി പറയുന്നുണ്ട് സാമലേക്ഷയോട്, അദ്ദേഹത്തോട് തന്നെ ഓപ്പറേഷൻസ് ലീഡ് ചെയ്യാൻ പറയുന്നുണ്ട്. സാമലേക്ഷ തയ്യാറാവുന്നില്ല. സാമലേക്ഷ പറയുന്നു ഈസ്റ്റേൺ കമാൻഡിന്റെ മേധാവിയായിട്ടുള്ള ജഗ്ജിത് സിംഗ് അറോറയാണ് ആ ഓപ്പറേഷൻസ് നടത്താൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള്. അദ്ദേഹത്തെ ഞാൻ ഓവർസീ ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ ജഗ്ജിത് സിംഗ് അറോറയുടെ നേതൃത്വത്തിലുള്ള 3 വിഭാഗമായിട്ടാണ് നമ്മൾ ബംഗ്ലാദേശിലേക്ക് കയറുന്നത്. അതൊക്കെ ഇവിടുത്തെ സൈനികരായിട്ടുള്ള ആളുകൾ വിശദീകരിച്ചല്ലോ. ഏറ്റവും അവസാനം ഈ 3 ദിവസങ്ങളിൽ സാമനേക്ഷ റേഡിയോ അഡ്രസ് നടത്തുന്നുണ്ട്. ഡിസംബർ 9-ന്, ഡിസംബർ 11-ന്, ഡിസംബർ 15-ന്. സാമനേക്ഷ പറയുന്നത് പാകിസ്ഥാൻ ആർമി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങളെ 4 ഭാഗത്ത് ഇന്ത്യൻ ആർമി വളഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുക്തിവാഹിനിക്കാര് നിങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈനികന്റെ കയ്യിൽ അകപ്പെടുന്നത് പോലെ ആവില്ല ഈ പറയുന്ന റിബലുകളുടെ കയ്യിൽ നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞാൽ. ഒരു സൈനികൻ അർഹിക്കുന്ന യാതൊരു ആദരവോടെയും കൂടിയിട്ടല്ല അവർ നിങ്ങളോട് പെരുമാറുക, മനുഷ്യത്വമില്ലാണ്ടാണ് അവർ പെരുമാറുക. ഒരു സൈനികന്റെ മുമ്പിൽ ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്നതാണ് ഒരു സൈനികൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് അന്തസ്. അതുകൊണ്ട് ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ മാനസികമായി കൂടി അവരെ വല്ലാണ്ട് ഡിമോറലൈസ് ചെയ്തു. അവർക്ക് മാനസികമായി തന്നെ, അതായത് യഹ്യാ ഖാൻ അനുവദിക്കാഞ്ഞിട്ട് പോലും AK നിയാസിയുടെ നേതൃത്വത്തിൽ സൈന്യം സറണ്ടർ ചെയ്യാൻ സമ്മതിക്കുകയാണ്. AK നിയാസ് തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താ നമ്മൾ നോക്കണം. അയാളെ ട്രൈറ്റർ ആയിട്ട് മുദ്രകുത്തി, അയാളെ രാജ്യദ്രോഹിയായി മുദ്രകുത്തി, അയാളുടെ എല്ലാ മെഡൽസും അയാളുടെ എല്ലാ ഓണേഴ്സും തിരിച്ചെടുത്തു. വർഷങ്ങളോളം മുറിയടച്ച് വീട്ടിൽ കഴിയേണ്ടി വന്നു AK നിയാസിക്ക്. കാരണം അന്ന് യഹ്യാ ഖാന്റെ അനുമതി ഇല്ലാതെ പോലും നമ്മൾ മാനസികമായിട്ട് തകർന്നു കഴിഞ്ഞു. ഏത് നിമിഷവും മുക്തിവാഹിനിക്കാർ നമുക്ക് നേരെ ആഞ്ഞടിക്കാൻ, നമ്മളെ ലിഞ്ചിങ് ചെയ്യാമെന്നൊരു വാർണിംഗ് ആണ് അവിടെ കൊടുക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് സറണ്ടർ ട്രീറ്റി ഒപ്പിട്ടില്ലാന്നും ഏറ്റവും ചുരുങ്ങിയത് സറണ്ടർ പരേഡ് നടത്തില്ലാന്നെങ്കിൽ ഇവർ പറഞ്ഞു. സറണ്ടർ പരേഡ് നടത്തിയേ പറ്റുള്ളൂ എന്ന് സാമലേക്ഷ നിർബന്ധം പിടിച്ചു. ഡിസംബർ 15-ാം തീയതി JRF ജേക്കബ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഇവരുമായിട്ട് AK നിയാസിയുമായിട്ട് വ്യവസ്ഥകൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം ഉറച്ചു നിന്നു, ഈ സറണ്ടർ പരേഡ് വേണം എന്ന കാര്യത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് ഡിസംബർ 16 9 മണിക്ക് അൾട്ടിമേറ്റം കൊടുത്തിരുന്നത്. പിന്നീട് ഇവർക്ക് ആലോചിക്കാൻ വേണ്ടി 3 മണി വരെ അൾട്ടിമേറ്റം കൊടുക്കുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും സൈന്യം സ്ട്രാറ്റജിക്കലി കൂടി, സൈനികപരമായി മാത്രമല്ല, സൈന്യം അതിന്റെ സ്ട്രാറ്റജി വൈസ് കൂടി കൈകാര്യം ചെയ്തൊരു യുദ്ധമായിരുന്നു. അവിടെ സ്വാഭാവികമായിട്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് വരുന്നൊരു സംശയമുണ്ട്. എന്താണ്, സൈന്യം തങ്ങൾക്ക് മേലെ ആധിപത്യം ഉറപ്പിക്കുകയാണോ, തങ്ങൾക്ക് മേലേക്ക് ഒരു അധികാര സ്ഥാപനമായിട്ട് സൈന്യം വളരുകയാണോ? ആ യുദ്ധത്തിന് ശേഷം സൈനികരോട് ഉണ്ടായിട്ടുള്ള വലിയൊരു ബഹുമതി, ഇപ്പോ മറ്റേ ദുർഗ എന്ന് ഇന്ദിരാഗാന്ധിയെ വാജ്പേയി വിളിച്ചു എന്ന് പറയാറുണ്ട്. അത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ്. അത് അടൽ ബിഹാരി വാജ്പേയി തന്നെ നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിളിച്ചിട്ടില്ല, അത് തെറ്റിദ്ധാരണയാണ് എന്നുള്ളത്. പക്ഷെ ആ യുദ്ധത്തെ പൂർണ്ണമായിട്ടും പ്രതിപക്ഷം പിന്തുണച്ചു. ആ യുദ്ധത്തിൽ മറ്റുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ ഇടപെടേണ്ടത് തന്നെയാണ്. അവിടെ ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാട് ശക്തമായ നിലപാടാണ്. അതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധി അനുമോദനം അർഹിക്കുന്നുണ്ട് എന്നുള്ള നിലപാട് പ്രതിപക്ഷമൊക്കെ ഉയർത്തിപ്പിടിച്ചു. പക്ഷെ അങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്വീകാര്യതയ്ക്ക് മുകളിൽ സൈന്യത്തിന് സ്വീകാര്യത കിട്ടിയതൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാമലേക്ഷ ഒരു ഏർലി റിട്ടയർമെന്റിന് നിർബന്ധിതനായി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ, അദ്ദേഹത്തിന്റെ മെമ്മേഴ്സിൽ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദിര റെഫ്യൂസ് ടു കോൾ ഇറ്റ് ഡേ വെൻ ദ സൺ വാസ് ഷൈനിങ് ബ്രൈറ്റ് എന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഫീൽഡ് മാർഷൽ പദവി നൽകി നമ്മൾ ആദരിച്ചിട്ടുള്ള മനുഷ്യൻ, ആ മനുഷ്യന് പെൻഷൻ കൊടുത്ത് 2007 APJ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയ ശേഷമാണ്. 33 കൊല്ലത്തെ അരിയേഴ്സ് ആണ്. അതായത് 1972 ജനുവരി 15-ാം തീയതി വിരമിക്കുന്ന ആൾക്ക് പിന്നീട് 34 വർഷം പെൻഷൻസോ മറ്റ് സൈനികർക്ക് കിട്ടേണ്ട മറ്റ് അലവൻസുകളോ ഒന്നും കിട്ടിയില്ല.
അദ്ദേഹം റിട്ടയർമെന്റ് ഹോമിൽ താമസിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം 2007 അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചു. അപ്പോ BJP ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ APJ അബ്ദുൽ കലാം. നിങ്ങൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള രാഷ്ട്രപതി അല്ല, ഞങ്ങൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള രാഷ്ട്രപതി ഏറ്റവും അവസാനം അദ്ദേഹത്തെ സാമാന്യക്ഷ ആശുപത്രിയിൽ സന്ദർശിച്ചപ്പോ അദ്ദേഹത്തോട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതുവരെയായിട്ടും എന്റെ പെൻഷൻസോ എന്റെ അലവൻസസോ ഒന്നും ക്ലിയർ ചെയ്ത് കിട്ടിയിട്ടില്ല. അവിടെ വെച്ച് APJ അബ്ദുൽ കലാം എനിക്ക് തോന്നുന്നു 1.5 കോടി രൂപയുടെ ചെക്കാ. അതുവരെയുള്ള അലവൻസ് മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 1.5 കോടി രൂപ അദ്ദേഹത്തിന് ബാധ്യത ഉണ്ടായിരുന്നു. 1.5 കോടി രൂപയുടെ ചെക്ക് അവിടെ വെച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഒപ്പിട്ട് കൊടുത്തു 2007. അദ്ദേഹം വാർദ്ധക്യത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തിയിരുന്ന, മരണത്തിനോട് തൊട്ടു മുമ്പിൽ എത്തിയിട്ടുള്ള ഘട്ടത്തിലാണ് ഈ രാജ്യം അദ്ദേഹത്തിന്റെ പെൻഷനും അലവൻസും കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് എത്ര വലിയ അനാദരവാണ് ചെയ്തതെന്നുള്ള ചോദ്യമുണ്ട്. മൂന്നാമത്തെ ഒരു പ്രശ്നം ഞാൻ പറയുന്നത്, ഇപ്പൊ നേരത്തെ ശ്രീ സേനാപതി വേണു പറയുന്നു, ബംഗ്ലാദേശിന്റെ പ്രദേശത്ത് ഇന്ത്യയോട് കൂട്ടി യോജിപ്പിക്കുക, ആ പ്രദേശത്ത് അനക്സ് ചെയ്യുക എന്നുള്ളത് പൊളിറ്റിക്കലിയും ജോഗ്രഫിക്കലിയും സ്ട്രാറ്റജിക്കലിയും ഒന്നും പോസിബിൾ അല്ല. ഞാൻ 100% അതിനോട് യോജിക്കുന്നു. കാരണം ആ ബംഗ്ലാദേശ് എന്നുള്ള മേഖല ഇന്ത്യയോട് കൂട്ടി ചേർത്തിരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്ഥിരമായിട്ടൊരു തലവേദന സൃഷ്ടിക്കുന്ന ഒരു പ്രദേശമായിട്ട് അത് മാറുമായിരുന്നു. കാരണം ആ ഭൂപ്രദേശത്തെ ജനങ്ങൾ 1971 അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരമായിരുന്നു വലുത്. മതത്തിന് മുകളിൽ നിന്നിരുന്ന സംഭവം അന്ന് അവിടെ സംസ്കാരമായിരുന്നു. 50 കൊല്ലം കൊണ്ട് എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ മാറിയതെന്ന് ആലോചിച്ച് നോക്കൂ. ബംഗ്ലാദേശിൽ ഇപ്പോ ഈ പറയുന്ന ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ സഹായിച്ചിട്ടുള്ള ഇന്ത്യയെ ശത്രുക്കളായി കിടക്കുന്ന മനസ്ഥിതിയോട് കൂടിയിട്ടാണ് അവിടുത്തെ ബഹുഭൂരിപക്ഷം ബംഗ്ലാദേശികളും പ്രവർത്തിക്കുന്നത്. സാമാന്യക്ഷ മരിച്ചപ്പോ ഔദ്യോഗികമായിട്ട് അനുശോചനം അറിയിക്കാൻ ബംഗ്ലാദേശ് തയ്യാറായില്ല. ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പിറവിക്ക് തന്നെ കാരണമായിട്ടുള്ള ആള് സാമാന്യക്ഷം മരിച്ചപ്പോ അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് അനുശോചനം അറിയിച്ചില്ല ബംഗ്ലാദേശ്. ഇന്ന് അവിടെ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ 28% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ 1971 ആയപ്പോൾ 14% ആയെങ്കിൽ ഇപ്പൊ 7%, 7.94% ആണ്. അപ്പൊ എങ്ങനെ അവിടുത്തെ ജനത മാറി? ഈ ജനത നമുക്ക് ഒപ്പം നിന്നിരുന്നെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ഒരു ലിവറേജ് ഉണ്ടായിരുന്നു. അത് ശ്രീ സേനാപതി വേണു വളരെ വിദഗ്ധമായിട്ട് മറന്നു കളഞ്ഞു. 93,000 സൈനികര് പ്രിസണേഴ്സ് ഓഫ് വാർ ആയിട്ട് ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ പ്രിസണേഴ്സ് ഓഫ് വാറിനെ വിട്ടുകൊടുക്കാൻ ഒരു ഉപാധി വെക്കാൻ ഇന്ത്യൻ ഗവൺമെന്റിന് തീർച്ചയായിട്ടും സാധിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ഉപാധി വെച്ചില്ല. പാക് ഒക്കുപൈഡ് കശ്മീർ വിട്ടുതരണം, അങ്ങനെ അല്ലെങ്കിൽ ഈ പറയുന്ന 93,000 സൈനികരുടെ മോചനം ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിനെ ജയിലിൽ വെച്ചുകൊണ്ട് എത്ര കാലമായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് വിലവേശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം 2014 വരെ ഇന്ത്യയുടെ പ്രസിഡന്റിനെ കയ്യിൽ വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ വിലവേശുന്ന സാഹചര്യം ഉണ്ടായില്ലേ? എന്നാൽ അത്രയും വലിയൊരു ലിവറേജ് ഇന്ത്യയുടെ കയ്യിലുണ്ടായിട്ട്, കാരണം 93,000 സൈനികർ എന്ന് പറയുന്നത് 4 കമ്പനിയാണ്. അതിനെപ്പറ്റി സാമാന്യക്ഷാണ് പറയുന്നത് മറ്റൊരു യുദ്ധത്തിന് വിന്യസിക്കാനുള്ള അത്രയും സൈനികർ തടവുകാരായിട്ട് കയ്യിലുണ്ടെന്നാ. അവരോട് ഭയങ്കര ജെന്റിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിൽ തന്നെ വിമർശനം വന്നിട്ടുണ്ട്, അവരെ മാന്യമായി പരിഗണിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ മരുമക്കളെ പോലെയാണ് പരിഗണിച്ചതെന്ന്. ദേ വർ ട്രീറ്റഡ് ആസ് സൺ ഇൻ ലോസ്. ഇന്ത്യയുടെ മരുമക്കളെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യപ്പെട്ടതെന്ന് ക്യാബിനറ്റിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രം കേട്ടോ. അപ്പോ അങ്ങനെ ഒരു ലിവറേജ് ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറായില്ല. ഇത്രയും 93,000 പ്രസിഡന്റ്സിനെ നമ്മൾ വിട്ടുകൊടുത്തു. അതിനുശേഷം നമ്മൾ ഷിംല അഗ്രിമെന്റ് ഉണ്ടാക്കി. ഈ പറയുന്ന 1925 ജനീവ കരാർ പ്രകാരം എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് നമ്മൾ ഒരു തരത്തിലുള്ള ഡിമാൻഡും വെക്കാതെ ഇവരെ മുഴുവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായത് ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആയിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആ സമയത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ബാർഗെയിനിങ്ങിന് ഇന്ത്യക്ക് അവകാശം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബാർഗെയിനിങ് പ്രോപ്പർലി നമ്മൾ ആ സമയത്ത് നടത്തിയിരുന്നെങ്കിൽ പാക് ഒക്കുപൈഡ് കശ്മീരിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അത് തയ്യാറായില്ല എന്നുള്ളത് ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വലിയൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള പിശക് തന്നെയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ദിരാഗാന്ധി ഭയന്നിരുന്നോ സാം മനേക്ഷായെ? പട്ടാള അട്ടിമറി ഉണ്ടാകുമെന്നുള്ള ഭീതി ഉണ്ടായിരുന്നോ? എന്നും ഭീതിയോടെ കണ്ടിരുന്നോ? രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിച്ചിട്ടും വേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്തോ? കിട്ടേണ്ട ശമ്പളം കൊടുത്തോ? ഏറ്റവും ഒടുവിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞു ബംഗ്ലാദേശ് അനുശോചനം അറിയിച്ചില്ല എന്ന്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വന്നില്ല, പ്രതിരോധ മന്ത്രി വന്നില്ല, സൈനിക മേധാവി സൗകര്യപൂർവ്വം വിദേശത്തുമായിരുന്നു. അതിലേക്കും വരാം, സമയം വളരെ കുറവായതുകൊണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ നന്ദികേടിൻ്റെ ഒരു പെരുമഴക്കാലം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏത് യുദ്ധത്തിനും ശേഷം യഥാർത്ഥത്തിൽ ദ റിയൽ ഹീറോ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നത് ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വേണ്ട പരിഗണന കിട്ടാതെ പോയ, പല കാരണങ്ങളാൽ പരിഗണന കിട്ടാതെ പോയ ഒരാളാണ് ശ്രീ സാം മനേക്ഷ, ഫീൽഡ് മാർഷൽ മനേക്ഷ. പക്ഷെ മറ്റൊരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. ഈ തരുണത്തിൽ ഇന്ത്യ ജനാധിപത്യ ഭാരതം ശൈശവ ദശയിലാണ്. ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചപിടിച്ച് വരുന്നതേ ഉള്ളൂ. 47 സ്വാതന്ത്ര്യം ലഭിച്ചു. ലോകത്താകമാനമുള്ള ചേഞ്ചസ് വരുന്നു. ആഫ്രോ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ കോളനിവൽക്കരണത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നു. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബനാന റിപ്പബ്ലിക്സ്, അതായത് ഭരണകൂടങ്ങൾ വാഴ വെട്ടി അരിഞ്ഞിട്ടുന്നത് പോലെ
താഴെ വീണുകൊണ്ടിരിക്കുന്ന മിലിറ്ററി ജുണ്ട അധികാരം പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് 50-കൾ 60-കൾ 70-കൾ. അതുകൊണ്ട് പുതിയതായി രൂപീകരിച്ച ഒരു സിസ്റ്റം, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഒന്ന് സോളിഡിഫൈ ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിൽ സൈന്യത്തെ ബാരക്കുകളിൽ തന്നെ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. അതൊരു രാഷ്ട്രീയ ജ്ഞാനമാണ്. അവിടെ ഒരു പരിധിയിൽ കൂടുതൽ, അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ കരസേന, നാവികസേന, വ്യോമസേന അത് സംയുക്ത ഒരു കമാൻഡ് ഉണ്ടായത് ഇപ്പോഴല്ലേ, സംയുക്ത മേധാവി അന്നില്ലായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ സിവിലിയൻ കൺട്രോൾ ഓവർ ഡിഫൻസ് ഫോഴ്സസ്, സർവ്വസൈന്യാധിപനായി സിവിലിയൻ ഭരണാധികാരിയായ ഇന്ത്യയുടെ പ്രഥമ പൗരനായ പ്രസിഡന്റ് വരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ആർമി ഇപ്പോഴും, അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രാവശ്യമാണ് മിലിറ്ററി coup ഉണ്ടായത്. അതുപോലെ ആഫ്രിക്കയിലെ ഏതെല്ലാം രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങളിൽ, ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാലം നോക്കുമ്പോൾ ഒരു 40-ലും 50-കളിലും 60-കളിലും 70-കളിലും ഒരിക്കൽ പോലും സൈന്യം അധികാരം ഏറ്റെടുക്കാത്ത ഏതാണ്ട് ഈ ഒരേ ഒരു രാജ്യം ഭാരതമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. പക്ഷേ സൈന്യത്തിൻ്റെ തലവനെ അല്ലെങ്കിൽ സൈന്യവുമായി ബന്ധപ്പെട്ട നമുക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ നേടിത്തന്ന ആളുകളോട് കാട്ടുന്ന നന്ദികേട് അത് തീർച്ചയായും അപലപനീയമായ കാര്യമാണ്. പക്ഷേ ബെറ്റർ ലേറ്റ് ദൻ നെവർ എന്നാണല്ലോ. അതുകൊണ്ട് അതിന് പ്രായശ്ചിത്തം ഭാരതം ചെയ്തിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ അവിടെ നോക്കണം. ഇവിടെ നമ്മൾ സാം മനേക്ഷായെ വാഴ്ത്തിപ്പാടുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഇച്ഛാശക്തി, ദി അയൺ വുമൺ അല്ലെങ്കിൽ ദുർഗ, ഭാരത ദുർഗ, ഇതെല്ലാം പല വിശേഷണങ്ങളല്ലേ. പക്ഷേ അവിടെ ഒരു കാര്യത്തിൽ ഇന്ത്യയുടെ അന്നത്തെ ഭരണപക്ഷം കോൺഗ്രസ് പാർട്ടി, അതിൻ്റെ സമുന്നത നേതാവ് ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രതിപക്ഷം അവിടുത്തെ ദക്ഷിണാശാലിയായ നേതാവ് അടൽ ബിഹാരി വാജ്പേയി ഒറ്റക്കെട്ടായിട്ടാണ് ആ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വർക്ക് ചെയ്തത് എന്നോർക്കണം. അവിടെ ഇന്ത്യയുടെ നയം, സുരക്ഷ, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതും ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെടുക്കൽ പ്രക്രിയയിൽ തീർച്ചയായും ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും നയങ്ങൾ, തീരുമാനങ്ങൾ കൺവേർജ് ചെയ്യുന്നു. ഇന്നത്തേതുപോലെ അല്ല എന്നർത്ഥം. അതുകൊണ്ട് അന്ന് ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഒരു പരമ്പരാഗതമായ ചേരിചേരാ നയത്തിൽ ഒരു പരിധിവരെ വെള്ളം ചേർത്തു എന്ന ആരോപണം ഉണ്ടായിട്ട് പോലും 1971 എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിൽ മറ്റുമാണ് തന്ത്രപരമായ ഒരു ഡിഫൻസ് പാക്ട്, ഒരു ട്രീറ്റി ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നില്ല, ട്രീറ്റി ഓഫ് പീസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോഓപ്പറേഷൻ വിത്ത് സോവിയറ്റ് യൂണിയൻ അന്ന് അചിന്ത്യമായ കാര്യമാണ്. അന്ന് നോക്കൂ, 1960-കളുടെ അവസാനമുള്ള രാഷ്ട്രീയം, ലോക രാഷ്ട്രീയം തല കീഴ്മേൽ മറിഞ്ഞൊരു സമയമാണ്. റിച്ചർഡ് നിക്സൺ അമേരിക്കയുടെ പ്രസിഡന്റായി വരുന്നു. ചൈനീസ് നേതൃത്വവുമായി ഒരു നിരന്തരമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി, വിഖ്യാതനായ സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചർ ഡിപ്ലോമസി നടത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ചൈനീസ് പിങ് പോങ് ടീം അമേരിക്കയിലെത്തുന്നു, അമേരിക്കയുടെ കളിക്കാർ അങ്ങോട്ടെത്തുന്നു, പിങ് പോങ് ഡിപ്ലോമസി ഫോളോഡ് ബൈ എ സീരീസ് ഓഫ് വിസിറ്റ്സ് ബൈ ഹെൻറി കിസിഞ്ചർ ടു ബെയ്ജിങ് ആൻഡ് ബാക്ക് ടു വാഷിങ്ടൺ ആൻഡ് അഗെയിൻ ടു ബെയ്ജിങ്. അങ്ങനെ ബെയ്ജിങ് വാഷിങ്ടൺ ആക്സിസിൽ നിർണായകമായ ഒരു പങ്ക് ഇസ്ലാമാബാദിന് ലഭിച്ച ആ ഒരു സമയം, അത് ഇന്ത്യക്ക് കണ്ണും കെട്ടി നിൽക്കാനാവില്ല. So there was an alliance, there was an axis forming between United States, Pakistan and China. അതിനെ കൗണ്ടർ ചെയ്തേ പറ്റൂ. ബംഗ്ലാദേശ് വാസ് എ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. അവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്രവും രാഷ്ട്രീയവും ഉണർന്ന് പ്രവർത്തിച്ചതും. സോവിയറ്റ് യൂണിയനുമായി ചേരിചേരാ നയം നിലനിർത്തിക്കൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയനുമായി ട്രീറ്റി ഓഫ് പീസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോഓപ്പറേഷൻ ഒപ്പുവെച്ചതും. അതിനുശേഷം പിന്നീട് നടന്നത് ഒന്നാം തരം പൊളിറ്റിക്കോ മിലിറ്ററി മെനുവേഴ്സാണ്. 1971 സെപ്റ്റംബർ മുതൽ 72 ഡിസംബർ അവസാനം വരെയുള്ള കാലമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വം കൈമേയും, പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സൈനിക നേതൃത്വം കൈമേയും മറന്ന് പ്രവർത്തിച്ചതും ഭാരതത്തിന് അഭിമാനകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചതും അതുകൊണ്ടാണ്. അതുകൊണ്ട് സാം മനേക്ഷായോട് നമ്മൾ നന്ദികേട് കാണിച്ചു, അംഗീകരിക്കുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ നന്ദിപൂർവ്വം ഓർക്കേണ്ടത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ കാരണവന്മാർ, ഇവരെല്ലാവരും തന്നെ ഈ വിജയത്തിൽ തുല്യമായ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്, ഇവിടെ നേരത്തെ ചർച്ചയിലൊക്കെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഭാരതം കുറച്ചുകൂടി തന്ത്രപരമായി ഭാവിയെ കരുതിയുള്ള നിക്ഷേപമായി ഒരുപക്ഷെ കാശ്മീരിനെയും ബംഗ്ലാദേശിനെയും കരുതിയില്ല?
ഇവിടെ നമുക്ക് ഉന്നതമായ മൂല്യങ്ങളുണ്ട്, നമ്മുടെ ജനാധിപത്യപരമായ കൺവിക്ഷൻസ് ഉണ്ട്. ഇവിടെ ലോകത്തിന് മുമ്പിൽ നമുക്ക് തലയുയർത്തി നിൽക്കാനായത് അന്യൻ്റെ ഇതരൻ്റെ ഒരിഞ്ച് ഭൂമി പോലും പിടിച്ചു വെക്കുകയോ അതിൻ്റെ പേരിൽ വിലപേശുകയോ ചെയ്ത ഒരു ചരിത്രം അന്നുമില്ല ഇന്നുമില്ല ഭാരതത്തിന്. അതുകൊണ്ടാണ് ക്രെഡിബിലിറ്റി ഈസ് വെരി ഹൈ ഫോർ ഇന്ത്യൻ ഫോറിൻ പോളിസി. അങ്ങനെയൊക്കെ വരാം. കേണൽ ഡിന്നി, നമ്മൾ വിശാല മനസ്കരായി ചെയ്തൊരു കാര്യം, നമ്മൾ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു, ആ ഭൂമി അവർക്ക് വിട്ടുകൊടുത്തു, അവിടെ പരമാധികാരമുണ്ടായി. എന്തിൽ നിന്നാണ് പാകിസ്ഥാൻ അല്ലെങ്കിൽ പൂർവ്വ പാകിസ്ഥാനെ ഭാരതം മോചിപ്പിച്ചത്? ഉറുദു അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്ന്, ദേശീയത നഷ്ടപ്പെടുന്നതിൽ നിന്ന്, സംസ്കാരം നഷ്ടപ്പെടുന്നതിൽ നിന്ന്. ഇന്നവിടെ രൂപം കൊണ്ടിരിക്കുന്ന ഭരണകൂടം ചെയ്യുന്നത് എന്താണ്? എന്തിനൊക്കെ എതിരെയാണോ അവർ പോരാടിയത് അതിലൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നു. ഉറുദു അവിടെ പ്രചരിപ്പിക്കുന്നു, പാകിസ്ഥാനുമായി അടുക്കുന്നു, പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം പുതുക്കുന്നു. ഇനി ഏതൊക്കെ ആക്സസുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഷെയ്ഖ് ഹസീന പറഞ്ഞതനുസരിച്ചാണെങ്കിൽ US-നുമുണ്ട് ബുദ്ധിമുട്ട്. US-നൊരു ബേസ് തുടങ്ങാനുള്ള അനുമതി കൊടുത്തിട്ടില്ല. ചൈനയ്ക്കുണ്ട് ബുദ്ധിമുട്ട്. ജമാഅത്തെ ഇസ്ലാമി ബീജിങ്ങിൽ പോയി ചർച്ച നടത്തി തിരിച്ചു വന്നു. അതിനുശേഷമാണ് ഒരു ഇല്ലാത്ത സംവരണത്തിൻ്റെ പേരിൽ, കോടതി എടുത്ത് ദൂരെ കളഞ്ഞ സംവരണത്തിൻ്റെ പേരിൽ ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നത്. ആ പ്രക്ഷോഭം പെട്ടെന്ന് കലാപമായി മാറുന്നത്. ആ കലാപത്തിൻ്റെ ദിശ തിരിയുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ, ആ കലാപത്തിൻ്റെ ദിശ തിരിയുന്നത് ഹിന്ദുക്കൾക്ക് നേരെ. ആ കലാപം ഒടുവിൽ എത്തി നിൽക്കുന്നത് എവിടെ? താലിബാന് സമാനമായ ഭരണത്തിലേക്ക്. ഭാരതത്തിൻ്റെ അകത്തിരുന്ന് ആ ഭൂപടം നോക്കൂ. താങ്ക് യു വൺസ് അഗൈൻ ബ്രിഗേഡിയർ സനൽ. ആ ഭാരതത്തിൻ്റെ അകത്തിരുന്നിട്ട് ഭാരതത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടായി വരികയാണോ കേണൽ ഡിന്നി? നോക്കൂ ശ്രീ പ്രദീപ്, ഇതിനകത്ത് നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതിനകത്തും ബാക്കി നേരത്തെ എനിക്ക് തോന്നുന്നു സൂചിപ്പിച്ചതുപോലെ എനിക്ക് ചെറിയ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഞാനൊരു അഭിപ്രായ വ്യത്യാസം ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ അതൊരു ഈ വെസ്റ്റേൺ കൺട്രീസ് എപ്പോഴും പ്രത്യേകിച്ച് US ഒക്കെ അവരുടെ ഒരു രീതിയുണ്ട്. അവർ പറയുന്ന എപ്പോഴും യു ഫോളോ മൈ വാല്യൂസ്, ഐ വിൽ ഫോളോ മൈ ഇൻട്രസ്റ്റ്. അതായത് നിങ്ങൾ ഞങ്ങളുടെ മൂല്യങ്ങളെ പിന്തുടരുക, ഞങ്ങളുടെ താല്പര്യങ്ങളെ നോക്കും. അപ്പൊ അവിടെ എപ്പോഴും എനിക്കൊന്നും 1947 തൊട്ട് ഭാരതത്തിന്റെയും ഒരു സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നു. നമ്മൾ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള, അത് വേണം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അത് വേണം. അപ്പൊ നമ്മൾ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ, നമുക്കൊരു വാല്യൂസിന്റെ ഒരു ഐഡിയ, നമ്മളൊരു ഭാരതം ഒരിക്കലും ആരെയും പോയി ആക്രമിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മുടെ രാഷ്ട്ര താല്പര്യം പലപ്പോഴും വേണ്ടാന്ന് വെച്ച് നമ്മൾ ഇതുപോലത്തെ മൂല്യങ്ങളുടെ ബാക്കിൽ പോകും. മൂല്യങ്ങളും വേണം, രാഷ്ട്ര താല്പര്യം വേണം, അതിനൊരു ബാലൻസ് വേണം എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്. രണ്ടാമത് അതിന്റെ രണ്ട് ഉദാഹരണം പറയാം. നേരത്തെ ശ്രീ ശങ്കുതി ദാസ് ഓൾറെഡി പറഞ്ഞു 93,000 പ്രിസണേഴ്സ് ഓഫ് വാർ ഉണ്ടായിരുന്നു. അന്ന് ഭുട്ടോ ഇന്ദിരാഗാന്ധിജിയുടെ കാല് പിടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് പോയ സമയത്ത് അവിടുത്തെ സൈന്യം ഇത് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് വരിക എന്നുള്ള ഒരു ദൗത്യത്തിലാണ് ഭുട്ടോ പോയത്. ഷിംലയിൽ വന്നിട്ട് ആ എഗ്രിമെന്റിന് ചെയ്തപ്പം തിരിച്ച് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ആണ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഭുട്ടോ അവിടെ ജയിച്ച മാതിരിയാണ് തിരിച്ചു പോയത്. അതായത് അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു വിജയമായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിജി അദ്ദേഹം ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള, അത് വളരെ വിശാല ഹൃദയമായിട്ട്, അതായത് കശ്മീരിന്റെ ഇഷ്യൂ പിന്നീട് നമുക്ക് സോൾവ് ചെയ്യാം, ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ള നിലയിലേക്ക് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ആ ലൈൻ ഓഫ് കൺട്രോൾ നോക്കി എത്രമാത്രം ചോരയാണ് പിന്നെ നമ്മുടെ കൊടുത്തിട്ടുള്ളത്, എത്രമാത്രം ഭീകരവാദികളാണ് അവിടുന്ന് വന്നിട്ടുള്ളത്. കാർഗിൽ യുദ്ധം നടന്നത് ലൈൻ ഓഫ് കൺട്രോളിൽ. അപ്പൊ അന്ന് നമുക്ക് വേണമെങ്കിൽ ആ പാക് ഓക്യുപ്പൈ കശ്മീരിന് ഒരു പരിഹാരം കൊണ്ടുവരുന്നത്. ഇപ്പൊ ഒരു വർഷത്തോളം നമ്മൾ ഈ ഇത്രയും പ്രിസണേഴ്സ് ഓഫ് വാറിനെ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമ്മളെ പ്രിസണേഴ്സ് ഓഫ് വാർ ഇന്നും വരാത്ത ആളുകളുണ്ട്? ഇന്നും പാകിസ്ഥാനി ജയിലിൽ ഇന്ത്യൻ സോൾജേഴ്സ് ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ മൊത്തം അവർ വന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഇവരെ വിട്ടുകൊടുക്കത്തുള്ളൂ നമ്മൾ പറഞ്ഞത്? വളരെ ശരിയാണ്. സൺ ഇൻ ലോ പോലെ തന്നെയാണ് അവരെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് തെറ്റൊന്നും കാണുന്നില്ല. കാരണം നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്. നമ്മൾ ആരെ ശത്രുക്കളായാലും ശരി നമ്മൾ അവരെ നോക്കും, അവരിനി എങ്ങനെയാലും ശരി. അതാണ് നേരത്തെ ജനറൽ ജേക്കബ് പറഞ്ഞിട്ടുള്ളത്. അതായത് എപ്പോഴാണോ അവർ നമ്മളെ കയ്യിൽ കിട്ടിയത് അവരെ തിരിച്ചു കൊടുത്തപ്പോൾ ഏകദേശം 50% വെയിറ്റ് കൂട്ടിയിട്ടാണ് കൊടുത്തിരുന്നത്. അത് അത്ര നന്നായിട്ട് ഫുഡും എല്ലാം കൊടുത്തിട്ടാണ് അവരെ പറഞ്ഞയച്ചത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ പോലും നമുക്ക് ഒരു ബ്ലാങ്കറ്റ് ഇല്ലാതെ കടന്നെങ്കിലും അവർക്ക് നമ്മൾ ബ്ലാങ്കറ്റ് കൊടുത്തു. അതെല്ലാം പിന്നീട് അവരും അത് അംഗീകരിച്ച കാര്യമാണ്. അതെല്ലാം നല്ലതാണ്. പക്ഷെ എന്റെ ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ കശ്മീരിന് ഒരു പരിഹാരം നമ്മൾ കണ്ടില്ല? അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. അന്ന് ഒരു 6 മാസം കൂടെ പോട്ടെ, 1 വർഷം കൂടെ പോട്ടെ, ഇവരെന്തായാലും നമ്മൾ നന്നായിട്ടാണ് ഇവർ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മതി. നിങ്ങൾ കശ്മീരിലെ ഒരു തീരുമാനം പറയൂ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെ ചെയ്യാം. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടന്റ്,
നമ്മുടെ സൈന്യത്തിന്റെ ആളുകളെ അവർ പിടിച്ചു വെച്ചിട്ട് എന്തുകൊണ്ട് അവരെ വിട്ടില്ല? എല്ലാവരെയും വിട്ടിട്ട് മാത്രമായിരുന്നു നമ്മൾ എൻഷുർ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തത് ഏറ്റവും തന്ത്രപരമായിട്ടുള്ള, അവിടാണ് നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വിഷന്റെ കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. അഫ്കോഴ്സ് നമ്മളിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ഇല്ല പറയല്ലേ, ഹൈൻസൈറ്റ് 6/6 എന്ന് പറയും. തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നതാണെങ്കിൽ തന്നെയും അന്നും ഇതേപോലെ ബുദ്ധിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ തന്നെ ആയിരുന്നു. ഇപ്പൊ നോക്കൂ, സിലിഗുരി കോറിഡോർ എന്ന് പറഞ്ഞൊരു ഒരു കോറിഡോർ ഉണ്ട്. 60 കിലോമീറ്റർ അതിന്റെ ലെങ്തും 22 കിലോമീറ്റർ ആണ് അതിന്റെ വിഡ്ത്ത്. അതായത് ഭാരതത്തിന്റെ നോർത്ത് ഈസ്റ്റിനെ കട്ട് ചെയ്യണമെങ്കിൽ 20 കിലോമീറ്റർ വെച്ച് കട്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ ബംഗ്ലാദേശിലേക്ക് നമ്മൾ സൈന്യം അയക്കുന്നു. ബംഗ്ലാദേശിൽ നമ്മളെ സൈന്യം 1000-ന് മുകളിൽ സൈന്യം നമ്മളെ ജീവൻ കൊടുത്തു. നമ്മൾ മുജീബുർ റഹ്മാനെ വിളിച്ച് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യുദ്ധം ഞങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് ഞങ്ങളൊരു പുതിയ രാജ്യം ഞങ്ങൾ ഉണ്ടാക്കിത്തരും, ഞങ്ങളെ സൈന്യം നിങ്ങൾക്ക് വേണ്ടി നിൽക്കും, പക്ഷേ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കോറിഡോർ 22 കിലോമീറ്റർ എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു 50 കിലോമീറ്റർ വേണം. ഈ 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അന്ന് ആ ഭാഗത്തൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം അതൊന്നും അത്ര വലിയൊരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയോ അല്ലെങ്കിൽ വലിയ സിറ്റീസ് ഒന്നുമല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അവരെ എഗ്രീം ചെയ്യുന്നതാണ്. അവരടുത്ത് പറഞ്ഞാൽ ശരിയാണ്, നിങ്ങളത് അത് നിങ്ങൾക്കും ഒരു താല്പര്യമുള്ള കാര്യമാണ്, നമുക്കത് ചെയ്യാമെന്ന്. അത് നമ്മൾ ചെയ്തില്ല. ഇന്നും സിലിഗുരി കോറിഡോർ 22 കിലോമീറ്റർ മാത്രം 22 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആ 60 കിലോമീറ്റർ. അന്ന് നമ്മളത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ നോർത്ത് ഈസ്റ്റ് കുറച്ചും കൂടെ സെക്യൂർ ആയിരുന്നു. ഇന്ന് ബംഗ്ലാദേശിൽ നിന്നിട്ട് അവര് പറയത്തില്ല ഞങ്ങൾ ഭാരതത്തിന് രണ്ടാക്കം ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ് പറയാൻ സാധിക്കുന്നത്? ഈ സിലിഗുരി കോറിഡോർ ഇപ്പോഴും നമ്മളെ ആ ഒരു വൾനറബിലിറ്റി ആയിട്ട് മാറി. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ, തന്ത്രപരമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ചില കാര്യങ്ങൾ തന്ത്രപരമായിട്ട് ചെയ്തു, അതിനെ അംഗീകരിക്കുന്നുണ്ട് ഞാൻ. അത് റഷ്യയുമായിട്ടുള്ള, സോവിയറ്റ് യൂണിയനുള്ള ഒരു കരാറായാലും ശരി, US-നായിട്ടുള്ള നേരിടുന്നാലും ശരി, മറ്റു കാര്യങ്ങൾ, അതായത് സൈന്യത്തിന് വേണ്ട ആവശ്യങ്ങളെല്ലാം കരുതുന്നത്, അതെല്ലാം ശരിയാണ്. പക്ഷെ ഇത് എക്കാലവും ഒരു വിമർശനം മാത്രമല്ല, ഒരു നമ്മളെ സംബന്ധിച്ചുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വലിയ ഒരു വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. അവിടാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങയിലേക്ക് വരാം. നേരെ ശ്രീ സേനാപതി വേണുവിലേക്ക്. അങ്ങ് സമയം കുറവ് മൂലം ഇങ്ങനെയൊരു ബ്ലണ്ടർ പറ്റിയെന്ന് അങ്ങേക്ക് ഇനിയും തോന്നുന്നില്ല അല്ലേ? ഞാൻ രണ്ട് കാര്യം 1/2 മിനിറ്റ് വെച്ചെടുത്തോളാം. ഒന്ന്, ശ്രീ ശങ്കുട്ടിദാസ് എന്താ പറഞ്ഞ ജനറൽ ഫീൽഡ് മാർഷൽ മനേക്ഷയെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ അത് അബ്സല്യൂട്ട്ലി ഇറ്റ് ഈസ് റോങ്. കാരണം 2 ഉന്നതരായ സൈനിക ഓഫീസേഴ്സ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് സേന കൊടുക്കാവുന്ന എല്ലാ ബഹുമതികളും കൊടുത്ത്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ സേനയുടെ ചരിത്രത്തിൽ ഒരാളുടെയും പ്രായം എക്സ്റ്റെൻഡ്, അത് പാകിസ്ഥാനിലൊക്കെ നടക്കുന്ന ഒരാളുടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിനാകെ ഒരു വ്യത്യാസം ഉണ്ടായത് ശ്രീ ബിപിൻ റാവത്ത്. അദ്ദേഹം ചീഫ് ഓഫ് ഓൾ ദ സ്റ്റാഫായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇത് പ്രായത്തിൽ എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ അതിനു മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ മറ്റൊരാൾക്കും അങ്ങനെ ഈ സൈനിക ലൈഫിൽ അവരുടെ ആ പ്രായം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത ഒരു ചരിത്രം ഇന്ത്യയുടെ ആർമിയിലില്ല. അല്ലെങ്കിൽ ഇവിടെ 2 പ്രധാനപ്പെട്ട ഓഫീസേഴ്സ്, കാരണം ബ്രിഗേഡിയർക്ക് ഇനി ലഫ്റ്റനന്റ് ജനറലും മേജർ ജനറലും ലഫ്റ്റനന്റ് ജനറലും കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ചീഫ് ഓഫ് ദ അല്ലെങ്കിൽ ആ പദവിയിൽ ജനറൽ പദവിയിൽ എത്താൻ അത്ര അടുത്തെത്തിയ ആളാണ്. അവർ പറയട്ടെ, അങ്ങനെ കൊടുത്തിട്ടില്ല. ഒരു കാരണവശാലും സാം മനേക്ഷ എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും സുപ്പീരിയർ ഓഫീസ് ഫീൽഡ് മാർഷൽ പദവിയിൽ എത്തിയ ഒരാൾ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യുകയോ അവഗണിക്കപ്പെട്ടു. പിന്നെ 2, അടുത്തത്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇന്ത്യയിൽ ഡിസിഷൻസ് ആർ ഓൾവേസ് പൊളിറ്റിക്കൽ ഡിസിഷൻസ്. അങ്ങനെ പറ്റൂ. അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് സൈന്യം ബാരക്കിൽ ഇരിക്കുന്നതും നമ്മൾ സമാധാനത്തിൽ. ഒരു സൈന്യാധിപനും ഇന്ത്യയിൽ ഒരു സൈനിക അട്ടിമറിക്ക് ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല. അവർക്ക് അതിന്റെ ആവശ്യവുമില്ല. കാരണം അതേ സൗകര്യങ്ങളും. ഇനി 2 ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ, യുദ്ധത്തിലെ തടവുകാരെ വെച്ചുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തി പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നില്ല 1971. കാരണം ഇവിടെ ശ്രീ മോഹൻ വർഗീസ് സാർ സൂചിപ്പിച്ച പോലെ ചൈന, ചൗമൻലായിയുടെ നേതൃത്വത്തിൽ ചൈന, അമേരിക്ക, പാകിസ്ഥാൻ ഇവർ ചേർന്നുകൊണ്ട് ഒരു പുതിയ അച്ചുതണ്ട് രൂപപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധം അത് അവസാനിപ്പിക്കേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമായിരുന്നു. ലോകത്തിൽ ഒരുപാട് ഇടപെടലുകൾ, കാരണം അവിടെ ഒരു ലോക നയതന്ത്രജ്ഞൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടൊന്ന് പറഞ്ഞത്, ഭൂട്ടോയ്ക്കാരുടെ നാട്ടിലേക്കൊന്ന് തിരിച്ചു ചെല്ലാനുള്ള ഒരു സാഹചര്യം നിങ്ങളൊന്ന് ഉണ്ടാക്കുക. അതിനുവേണ്ടിയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനെ അതിർത്തിയാക്കി നിശ്ചയിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ അവസാനിപ്പിച്ചത്. നമ്മൾ ഒരിക്കലും അത് പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയൊരു യുദ്ധമായിരുന്നില്ല.
കൊണ്ട് തന്നെയാണ്. പിന്നെ ഇപ്പോ കേണൽ ഡെന്നി സാർ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ, ചൗബീസ് പർഗാന എന്ന് പറയുന്ന എന്തെന്ന് പറഞ്ഞ ചൗബീസ് ബീഗ, തീൻ ബീഗ എന്ന് പറയുന്ന ഒരു സ്ഥലം, നമ്മുടെ ബംഗ്ലാദേശിന്റെ ഒരു കുറെ സ്ഥലം നമ്മുടെ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് അവർക്ക് പോകണമെങ്കിൽ നമ്മുടെ ഭൂമിയിലേക്കാണ്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അന്ന് അതിർത്തി തീർക്കാമായിരുന്നു. പക്ഷേ നമ്മൾ അതിർത്തി വരയ്ക്കുന്നതിനോ അല്ലെ സർവേ നമ്പർ തീർക്കുന്നോ ആയിരുന്നില്ല അന്നത്തെ നമ്മുടെ മുമ്പിലുള്ള ഇഷ്യൂ എന്നുള്ളത്. അന്ന് ബംഗ്ലാദേശ് പ്രശ്നത്തെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. സമയക്കുറവ് മൂലം ഇടപെടുന്നു. അങ്ങയുടെ വാദം അംഗീകരിക്കുന്നു, ശരിയാണ്. നമ്മൾ വളരെ ജനാധിപത്യപരമായി കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്ന് അതിന് കൊടുക്കേണ്ട വിലയെക്കുറിച്ചാണ് ബ്രിഗേഡിയർ സനൽകുമാർ സമയമില്ലാത്തതുകൊണ്ടാണ് 9 മണിക്ക് തന്നെ ജനം ടുനൈറ്റ് തുടങ്ങണം. ബ്രിഗേഡിയർ സനൽകുമാർ, is it the time for a military correction? ദുരന്തത്തെ നമുക്ക് ആർക്കും തടയാൻ പറ്റില്ല. ശരി, സമ്മതിച്ചു. ഇന്ന് അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇത്ര വളരെ വിശാല മനസ്കമായി നമ്മൾ ചെയ്തു കൊടുത്ത സംഗതി. ബ്രിഗേഡിയർ സനൽകുമാർ, is there a need or is it time for a military intervention now? നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്, നമുക്ക് പിടിച്ചെടുക്കണ്ട. Is there a time for a military intervention? Is this a time for military intervention? അത് far beyond my pay scale, far beyond my pension scale. I'm sure ആളുകൾ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ അതിന് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കേണ്ട പൊളിറ്റിക്കൽ മിലിറ്ററി ലീഡർഷിപ്പ് അവരിതിനെപ്പറ്റി വിചാരം ചെയ്യുന്നുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലാൻസ് ഓൾസോ വിൽ ബി ഇൻ പ്ലേസ്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ പബ്ലിക് ഡിബേറ്റിലല്ല ഇതേപോലെ ചെയ്യണം. ഞാൻ സമ്മതിക്കുന്നു. ഒരു മിനിറ്റ് കൂടിയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. പറഞ്ഞവരോട് ഒരു കാര്യം ഒറ്റ കാര്യം കൂടെ പറയാനുള്ളൂ. ഇത് മോണിറ്ററി ഗെയിൻസിന്റെ അല്ല. മിലിറ്ററി ഉപയോഗിക്കുമ്പോൾ മിലിറ്ററിയെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിലിറ്ററിയെ ബാരക്സിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ ആരും ചെയ്തിട്ടില്ല. ഇവിടെ ആർക്കും അതിലൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്കൊരു നോമിനൽ റെസ്പെക്റ്റ് കൊടുക്കാമായിരുന്നു എന്ന് അന്നും തോന്നിയിട്ടുണ്ട്, ഇന്നും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഓപ്പ് പവനിൽ പോയി, ശ്രീലങ്കയിൽ പോയി, അത് ആർമി ആണെങ്കിൽ സൈനികർ വേണമെന്ന് പറഞ്ഞ് പോയതല്ല. അവിടുന്ന് പോയി തിരിച്ചു വന്നിട്ട് ഒരു Sri Lanka has a memorial for Indian Army in Sri Lanka. India does not have one. അത് നമ്മളൊന്ന് ആലോചിക്കുക. മറ്റൊരു ചർച്ചയ്ക്ക് വഴിമരുന്നാണ് ബ്രിഗേഡിയർ സനൽകുമാർ ഇട്ടിരിക്കുന്നത്. ഇതേ പാനൽ തന്നെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സേനാപതി വേണതിന് മറുപടി വേണം. ശങ്കുട്ടി ദാസ്, ഒരൊറ്റ മിനിറ്റ് തികച്ചില്ല. നമ്മൾ വിശാല മനസ്കരായി ചെയ്ത കാര്യം ഇന്ന് തിരിഞ്ഞു കൊത്തുന്നു. അന്ന് പ്രശ്നം പരിഹരിക്കാനാണ് ഇടപെട്ടതെങ്കിൽ ഇന്ന് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, ഞാൻ പറഞ്ഞതൊന്നും ശരിയല്ല എന്നാണ് ശ്രീ സേനാപതി വേണു പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ഞാൻ 2008 2009 ഞാൻ 2007 2012 ഇടയ്ക്കാണ് LLB പഠിക്കുന്നത്. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ വായിച്ചിട്ട് ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് 2008-09 അതിൽ സാമാന്യക്ഷീയമായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. അതായിരുന്നു അവരുടെ മുഖപ്രസംഗവും. ആ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ കവർ തന്നെ ഇന്ദിര സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോഴും അതിനെ രാത്രി എന്ന് വിളിച്ചു എന്നായിരുന്നു. സാമാന്യക്ഷയുടെ ഇന്റർവ്യൂ വന്നിട്ടുള്ള മാതൃഭൂമിയാണ്. അങ്ങ് അതൊന്നും എടുത്ത് വായിച്ചു വെക്കണം. ഞാനല്ല പറയുന്നത് തന്നോട് അനാദരവ് കാണിച്ചു, സാമാന്യക്ഷ തന്നെയാണ് പറയുന്നത്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആക്കണം എന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. ആർമിയിൽ നിന്ന് തന്നെ സാമാന്യക്ഷയെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആക്കണം, 2 വർഷത്തെ എക്സ്റ്റൻഷൻ കൊടുക്കണം എന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നു. അത് അംഗീകരിച്ചില്ല. ബിപിൻ റാവത്തിന്റെ കാര്യത്തിൽ നമ്മളത് ചെയ്ത് മാതൃക കാണിച്ചിട്ടുണ്ട്. അത് അസാധ്യമല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ല. പെൻഷനും അലവൻസും കൊടുക്കാത്ത കാര്യം അദ്ദേഹം സൂചിപ്പിച്ചതുമില്ല. 2007 APJ അബ്ദുൽ കലാം പോയിട്ടാണ് ഒറ്റ ചെക്കിൽ അദ്ദേഹത്തിന്റെ 34 വർഷത്തെ പെൻഷനും അദ്ദേഹത്തിന്റെ അരിവേഴ്സും തീർത്തത് എന്ന കാര്യത്തിൽ അങ്ങേക്ക് സംശയമില്ലല്ലോ. അപ്പോ ആ കാര്യത്തിലെല്ലാം വലിയ വീഴ്ചകൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ സ്ട്രാറ്റജിക്കലായിട്ട് നമുക്ക് സമയം കഴിഞ്ഞത് കൊണ്ട് മാത്രം കാര്യം പ്രേക്ഷകർ പൊറുക്കില്ല. നമുക്ക് ഈ ചർച്ച തുടരാം. കാര്യം അത് എങ്ങനെ വേണം സൈനികരോട് നമ്മൾ പ്രത്യേകിച്ച് പല കാലഘട്ടത്തിലുമുള്ള രാഷ്ട്രീയ നേതൃത്വം ചെയ്തത് എന്ത് എന്ന് രാജ്യമെമ്പാടുമുള്ള സൈനികരും കൂടി കാണുന്ന ഒരു ചർച്ച കൂടിയാണിത്. നമുക്കത് വേറെ തന്നെ ചർച്ച ചെയ്യാം. തൽക്കാലം ജനറൽ ഡിബേറ്റ് സ്പെഷ്യൽ എഡിഷന്റെ സമയം പൂർത്തിയാവുകയാണ്. ശ്രീ ശങ്കുട്ടി ദാസ്, ശ്രീ സേനാപതി വേണു, ഡോക്ടർ മോഹൻ വർഗീസ്, ബ്രിഗേഡിയർ സനൽകുമാർ, കേണൽ ഡെന്നി, നന്ദി, നമസ്തേ, ജയ് ഹിന്ദ്.